ദൈവനാമത്തിലെ ഏവർക്കും സ്നേഹവന്ദനം. കൊലോസ് ലേഖന പഠനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു വാക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ പഠനത്തിലേക്ക് പ്രവേശിക്കാം. ഉന്നതങ്ങളിൽ അധിവസിക്കുന്ന ജീവനുള്ളവനും താൻ മാത്രം അമർത്യതയുള്ളവനും മനുഷ്യർക്കാർക്കും കണ്ടുകൂടാത്തവനുമായി സ്വർഗീയ പ്രതലങ്ങളിൽ അത്യുന്നതങ്ങളുടെ പാരമ്യത്തിൽ പ്രപഞ്ചത്തിൻ്റെ ഉടയവനും സകലത്തിൻ്റെ നാഥനുമായി സകല ബഹുമാനങ്ങൾക്കും പുകഴ്ചകൾക്കും ആരാധനകൾക്കും യോഗ്യനായി വാഴുന്ന ആത്മസ്വരൂപനായ ജീവനുള്ളവനും തൻ്റെ മക്കളുടെ നിലവിളികൾക്ക് ചെവി തുറന്നിരിക്കുന്നവനും തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് സമീപസ്ഥനാണ് എന്ന് വാക്ക് പറഞ്ഞവനുമായി വാഗ്ദത്തങ്ങൾക്ക് വിശ്വസ്തനായ ആത്മസ്വരൂപനായ അത്യുന്നതനായി അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമായി വിളിക്കപ്പെടുന്ന വെളിപ്പെടുത്തിയ ജീവനുള്ള പരിശുദ്ധ ദൈവമേ, ഈ സായാഹ്നത്തിൽ ഞങ്ങൾ അങ്ങയുടെ വചനവുമായിരിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തോട് അങ്ങ് സംസാരിക്കുന്നവനാണ്. ഇന്ന് ഞങ്ങളോട് അങ്ങ് സംസാരിക്കാനുള്ളത് വചനത്തിലൂടെ ഞങ്ങളോട് ഇടപെടുമ്പോൾ അത് എന്നോടാണ് എന്ന വ്യക്തമായ തിരിച്ചറിവോടുകൂടി ഓരോരുത്തരും ഈ ക്ലാസ്സിൽ പലയിടത്തായി പങ്കെടുക്കുന്ന എല്ലാവരും ആ ഒരു മനോഭാവത്തോടു കൂടി തന്നെ ഞങ്ങളുടെ വചനത്തെ സമീപിക്കുവാൻ അങ്ങ് ഞങ്ങൾക്ക് നൽകിത്തരുന്ന വചനങ്ങൾക്ക് ഞങ്ങൾ ഒരു ദിവസം കണക്ക് കൊടുക്കേണ്ടവരാണെന്നും ഞങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ, ക്രിയ ചെയ്യുവാൻ, മാറ്റിമറിക്കുവാൻ ശക്തിയുള്ള വചനമാണെന്നോ അത് ഞങ്ങൾ ഉൾനട്ട് അതിലടങ്ങുന്ന ആത്മീക ശക്തി ഞങ്ങൾ അനുഭവിക്കുമ്പോൾ ഞങ്ങൾക്കത് രൂപാന്തരം വരുത്തുമെന്നും ഞങ്ങളുടെ അവികലം വിവേചിക്കുന്നതാണെന്നും ഒക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഞങ്ങളുടെ വിശുദ്ധ വചനത്തെ കൈകാര്യം ചെയ്യേണ്ടതുപോലെ കൈകാര്യം ചെയ്യുവാൻ, കേൾക്കേണ്ടതുപോലെ കേൾക്കുവാൻ, സ്വീകരിക്കേണ്ടതുപോലെ സ്വീകരിപ്പാൻ ഞങ്ങളുടെ ജ്ഞാനം ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാവരെയും ഏൽപ്പിക്കുകയാണ്. സകലതിലും അങ്ങ് മഹത്വമെടുക്കണം. അതോടൊപ്പം വ്യക്തിപരമായി ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിൻ്റെ വർധനവ് അങ്ങ് ആഗ്രഹിച്ചുകൊണ്ട് ഞങ്ങളോട് ഇടപെടുമ്പോൾ അതിനനുസരിച്ച് ഞങ്ങൾ അങ്ങയോട് സഹകരിക്കുന്നവരായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണം. എല്ലാം അങ്ങിലേക്ക് ഏൽപ്പിക്കുന്നു. മാനവും മഹത്വവും എന്നും അങ്ങയ്ക്ക് മാത്രമുണ്ടാകട്ടെ. വ്യക്തിപരമായി ഞങ്ങളുടെ സകല ബലഹീനതകളും കുറവുകളും പരാധീനതകളും തെറ്റുകളും പാപങ്ങളുമെല്ലാം കർത്താവ് യേശു ക്രിസ്തുവിനെ പ്രതി ഞങ്ങൾ ക്ഷമിച്ച് അങ്ങയുടെ സാന്നിധ്യത്തിൽ ഞങ്ങളെ ഞങ്ങളുടെ വചനത്താൽ പരിശീലിപ്പിക്കണമെന്ന് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ലോകരക്ഷകനായ അങ്ങയുടെ പൊന്നുപുത്രൻ്റെ പരിശുദ്ധ നാമത്തിൽ അപേക്ഷിക്കുന്ന പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. കൊലോസ് ലേഖന പഠനത്തിലാണ് നമ്മൾ ആ ഒന്നാമത്തെ വാക്യം മുതൽ പെട്ടെന്നൊന്ന് വായിച്ച് എന്താണ് ഈ പുസ്തകത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ പശ്ചാത്തലമെന്ന് മനസ്സിലാക്കാനായി കൊലോസ് ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 8 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിക്കാം. ദൈവ ഇഷ്ടത്താൽ ക്രിസ്തുയേശുവിൻ്റെ അപ്പോസ്തലനായ പൗലോസും സഹോദരനായ തിമത്തിയോസും കൊലോസയിലുള്ള വിശുദ്ധന്മാരും ക്രിസ്തുവിൽ വിശ്വസ്ത സഹോദരന്മാരുമായവർക്ക് എഴുതുന്നത്. നമ്മുടെ പിതാവായ ദൈവത്തിങ്കൽ നിന്ന് നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. സുവിശേഷത്തിൻ്റെ സത്യവചനത്തിൽ നിങ്ങൾ മുമ്പ് കേട്ടതായി സ്വർഗത്തിൽ നിങ്ങൾക്ക് സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ നിമിത്തം ക്രിസ്തുയേശുവിൽ നിങ്ങളുടെ വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടും നിങ്ങൾക്കുള്ള സ്നേഹത്തെയും കുറിച്ച് ഞങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കയിൽ എപ്പോഴും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആ സുവിശേഷം സർവ്വലോകത്തിലെന്ന പോലെ നിങ്ങളുടെ അടുക്കലും എത്തി. നിങ്ങൾ ദൈവകൃപയെ യഥാർത്ഥമായി കേട്ടറിഞ്ഞ നാൾ മുതൽ നിങ്ങളുടെ ഇടയിൽ എന്ന പോലെ സർവ്വലോകത്തിലും ഫലം കായ്ച്ചും വർദ്ധിച്ചും വരുന്നു. ഇങ്ങനെ നിങ്ങൾ ഞങ്ങളുടെ പ്രിയ സഹഭൃത്യനായ എപ്പഫ്രാസിനോട് പഠിച്ചിട്ടുണ്ടല്ലോ. അവൻ നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തുവിൻ്റെ വിശ്വസ്ത ശുശ്രൂഷകനും നിങ്ങൾക്ക് ആത്മാവിനാലുള്ള സ്നേഹം ഞങ്ങളോട് അറിയിച്ചവനുമാണ്. ഇനി നാം ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന 9-10 വാക്യങ്ങളിലേക്ക് ഒന്ന് വായിക്കാം. അതുകൊണ്ട് ഞങ്ങളത് കേട്ട നാൾ മുതൽ നിങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ പ്രാർത്ഥിക്കുന്നു. എന്താണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് എന്നുള്ളത് 10-ാമത്തെ വാക്യത്തിൽ കാണാം. നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാകും വണ്ണം നടന്ന് ആത്മീകമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവൻ്റെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണമെന്നും സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ച്ച് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണമെന്നും
സകല സഹിഷ്ണുതയ്ക്കും ദീർഘക്ഷമയ്ക്കുമായി അവൻ്റെ മഹത്വത്തിൻ്റെ വല്ലഭത്വത്തിനൊത്തവണ്ണം പൂർണ്ണ ശക്തിയോടെ ബലപ്പെടണമെന്നും വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തരാക്കുകയും നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കി വയ്ക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം എന്നും അപേക്ഷിക്കുന്നു. ഒരു നീണ്ട പ്രാർത്ഥനയാണ്, ഒരു നീണ്ട വിഷയമാണ്. അപ്പോൾ അവിടെ നമ്മൾ വ്യക്തമായിട്ട് കാണുകയുണ്ടായി, പൗലോസ് അപ്പോസ്തലൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആദ്യമായി താൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് അവർ ദൈവത്തിൻ്റെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരാം. ഈ വിഷയം നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ ചിന്തിച്ചതാണ്. ദൈവത്തിൻ്റെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണം. വെറുതെ ദൈവത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണമെന്നല്ല, ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളത് ഒരു ദൈവ പൈതൽ വ്യക്തമായി ബോധ്യപ്പെടണം. നമുക്കിഷ്ടമുള്ളത് നൽകുമ്പോൾ സ്വീകരിക്കുന്ന ആളല്ല ദൈവം. ദൈവത്തിന് ഇഷ്ടമുള്ളത് നൽകുകയാണ്, ചെയ്യുകയാണ് ദൈവമക്കളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം. ഇപ്പം ദൈവഹിതം അറിയുന്നതിന്, ദൈവഹിതം നിറവേറ്റുന്നതിനുള്ള ആഗ്രഹം നമുക്കുണ്ടാകണമെന്ന് ക്രിസ്തു തന്നെ പറഞ്ഞു. ദൈവത്തിൻ്റെ ഹിതമെന്തെന്നറിയാൻ നമ്മൾ ആഗ്രഹിക്കണം. ദൈവത്തിന് ഇഷ്ടമെന്തെന്ന് നമ്മൾ അറിയാൻ ആഗ്രഹിച്ചാൽ മാത്രമേ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അത് യോഹന്നാൻ്റെ സുവിശേഷം 7:17 നമ്മൾ കണ്ടതാണ്. അപ്പോൾ അത് വളരെ വ്യക്തമായി നമ്മൾ ഇതിനകം തന്നെ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയുണ്ടായി. പരിജ്ഞാനം ഇവിടെ പൗലോസ് പ്രാർത്ഥിക്കുമ്പോൾ പൗലോസ് പറയുന്നത് ആത്മീകമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവൻ്റെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണം. പരിജ്ഞാനം എന്ന വാക്ക് വളരെ പ്രധാനമാണ്. നോളേജ് എന്ന വാക്കാണ്. അതായത് യഥാർത്ഥമായ ഒരു വിഷയത്തെക്കുറിച്ച് അറിയേണ്ടതുപോലെ അറിയുക. കൃത്യമായ അറിവുണ്ടായിരിക്കണം. അവിടുന്ന് കുറച്ച് ഇവിടുന്ന് കുറച്ചല്ല. നമ്മുടെ ദൈവം നമുക്ക് നൽകിത്തന്ന വിഷയത്തെക്കുറിച്ച് കൃത്യമായ അറിവ് നമുക്കുണ്ടാകണം. മുഴുവനായി അറിയണം, അപ്പാടെ അറിയണം, കൂലങ്കഷമായി അറിയണം, പൂർണ്ണമായി അറിയണം. ഇതൊക്കെ പല പ്രയോഗങ്ങളാണ്. ഇപ്പം ദൈവം നമ്മോട് പറയുന്നത് എൻ്റെ ഇഷ്ടം എന്താണെന്ന് നിങ്ങൾ പൂർണ്ണമായി, വ്യക്തമായി, കൃത്യമായി നിങ്ങൾ അറിയണം. അപ്പോൾ ഇവിടെ പൗലോസ് അപ്പോസ്തലൻ അതാണ് ഇവിടെ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. നിങ്ങൾ ദൈവകൃപ, അല്ലെങ്കിൽ അതിൻ്റെ തൊട്ടുപുറകെയുള്ള വാക്യങ്ങളിൽ നിങ്ങൾ ദൈവകൃപ യഥാർത്ഥമായി കേട്ട് അറിഞ്ഞ നാൾ മുതൽ എന്ന് നമ്മൾ നേരത്തെ വായിക്കുകയുണ്ടായി. ഒരു വിഷയത്തെക്കുറിച്ച് മുഴുവനായി അറിയുക, അത് വളരെ പ്രധാനമാണ്. ദൈവജനമായി ചേർത്ത് ചിന്തിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ ഉപദേശമനുസരിച്ച് ജീവിച്ചുകൊണ്ടാണ് ഈ ദൈവഇഷ്ടത്തിൻ്റെ അർത്ഥം ആഴമായി ഉൾക്കാഴ്ചയോടുകൂടി ഗ്രഹിക്കണം. ദൈവത്തിൻ്റെ ഇഷ്ടം മാത്രം അറിഞ്ഞാൽ പോരാ. ദൈവത്തിൻ്റെ ഇഷ്ടം ഇന്നതാണ് ഞാൻ പഠിച്ചു. വിശുദ്ധീകരണമാണ് ദൈവത്തിൻ്റെ ഇഷ്ടം. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ദൈവത്തിൻ്റെ ഇഷ്ടം. ഇതൊക്കെ നമ്മൾ അവൻ്റെ ഇഷ്ടം അറിയുക. പക്ഷെ അതല്ല പൗലോസ് പ്രാർത്ഥിച്ചത്. ആ വ്യത്യാസം മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നതല്ല, അവൻ്റെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് നിറയണം. അപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം, അതായത് ക്രിസ്തുവിൻ്റെ ഉപദേശം അനുസരിച്ച് ജീവിച്ചുകൊണ്ട് ദൈവ ഇഷ്ടത്തിൻ്റെ അർത്ഥം ആഴമായ ഉൾക്കാഴ്ചയോടുകൂടി ഗ്രഹിക്കണം. ഒരു പക്ഷേ ഒറ്റ തവണ നിങ്ങൾ കേൾക്കുമ്പോൾ, ഞാൻ വളരെ വേഗത്തിൽ പറഞ്ഞു പോകുന്നതുകൊണ്ട് ഒരു പക്ഷേ ബുദ്ധിമുട്ടുണ്ടായാൽ ഇത് ക്ലാസ്സെല്ലാം കഴിഞ്ഞിട്ട് ഇന്ന് രാത്രിയോ നാളെയോ വീണ്ടും ഒന്നുകൂടെ കേൾക്കുവാൻ ശ്രമിച്ചു നോക്കണം. അപ്പോൾ നമുക്കത് കുറച്ചും കൂടി വ്യക്തമാകും. ശാന്തമായിരുന്ന് അല്പസമയം വേറിട്ടിരുന്ന് ഇത്ര വേഗതയില്ലാതെ ഇടയ്ക്ക് നിർത്തി കേൾക്കാൻ ശ്രമിച്ചാൽ എന്താണ് ദൈവം നമ്മോട് പറയുന്നതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. ദൈവം പറയുന്നത് നിങ്ങൾ എൻ്റെ ഇഷ്ടം അറിയണം, എൻ്റെ ഇഷ്ടത്തിൻ്റെ അറിവ് കൊണ്ട് നിങ്ങൾ നിറഞ്ഞു വരണം. ഇപ്പോൾ എബ്രായ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ എബ്രായ ലേഖകൻ ഇപ്രകാരം എഴുതുകയുണ്ടായി. എബ്രായർക്ക് ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യത്തിൽ എബ്രായ ലേഖകൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്. അവിടെ പറയുന്നത്, അവൻ ശിശുവല്ലോ, അതായത് നീതിയുടെ വനത്തിൽ പരിചയമില്ലാത്തവനെക്കുറിച്ച്, വചനപരിജ്ഞാനമില്ലാത്തവനെക്കുറിച്ച് പറയുന്നവൻ ശിശുവാണ്. ചിലർക്ക് 80 വയസ്സായാലും 90 വയസ്സായാലും ആത്മീകമായ പരിജ്ഞാനം പ്രാപിച്ചിട്ടില്ലാത്തവരെ ദൈവം കാണുന്ന ശിശുക്കളാണ്. ശിശുക്കൾ ഓരോ കാറ്റടിക്കുമ്പോൾ അങ്ങോട്ടലയും ഇങ്ങോട്ടലയും. അവർക്കൊരു ഉറപ്പുണ്ടായിരിക്കില്ല, വേരുണ്ടാകില്ല, നിശ്ചയമുണ്ടാകില്ല, നിലനിൽപ്പുണ്ടാകില്ല. അവർ ശിശുക്കളാണ്. പക്ഷേ ഇവിടെ എബ്രായ എഴുത്തുകാരൻ പറയുന്നത് കട്ടിയായുള്ള ആഹാരം. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്കറിയാം. അത് പ്രത്യേകിച്ച് അതിൻ്റെ 12-ാം വാക്യത്തിലാണ്, കാലം നോക്കിയാൽ നിങ്ങൾ ഇപ്പോൾ ഉപദേഷ്ടക്കന്മാരായിരിക്കേണ്ടവരാണ്. നിങ്ങൾ സ്നാനമേറ്റിട്ട് 25-30 വർഷങ്ങൾ കഴിഞ്ഞു. ഈ വർഷങ്ങൾ കൊണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടം, സത്യം, അത് എന്താണെന്ന് കൃത്യമായി സത്യവചനം, പത്യോപദേശം കൃത്യമായി പഠിക്കേണ്ടവരായിരുന്നു. ഇത്രയും വർഷത്തെ വളർച്ച കൊണ്ടൊരു ശിശു വളർന്നാൽ 25 വയസ്സായ കുട്ടിക്ക് കുപ്പിപ്പാൽ കൊടുക്കേണ്ട അവസ്ഥ വന്നതുപോലെയാണ് ഈ എബ്രായ എഴുത്തുകാരൻ എഴുതുന്ന ഈ ജനങ്ങളുടെ അവസ്ഥ. 25 വർഷമായി സ്നാനമേറ്റിട്ട്, 15 വർഷമായി സ്നാനമേറ്റിട്ട് ഇത്രയും വർഷം വേണ്ട. ദൈവനം വ്യക്തമായി കൃത്യമായി പഠിച്ച് മനസ്സിലാക്കുന്നൊരു വിശ്വാസിയെ സംബന്ധിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ്, ദൈവത്തിൻ്റെ സത്യം എന്താണ് എന്ന് ദൈവം വെളിപ്പെടുത്ത വചനത്തെ കൃത്യമായി പഠിക്കാൻ സാധിച്ചാൽ, അതാണ് 14-ാം വാക്യം പറയുന്നത്, കട്ടിയായുള്ള ആഹാരം.
കട്ടിയായുള്ള ആഹാരം നന്മ തിന്മകളെ തിരിച്ചറിയുവാൻ തഴക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങളുള്ളവരായി പ്രായം തികഞ്ഞവർക്കേ പറ്റുകയുള്ളൂ. ഒരു കൂട്ടരെ ശിശുക്കളെന്ന് പറഞ്ഞു. 25 വർഷമായി സ്നാനപ്പെട്ടു. എങ്കിലും അവരെ വിളിക്കുന്ന ശിശുക്കളാണ്. ഇപ്പോഴും സംശയമാണ്, രക്ഷിക്കപ്പെടാൻ സ്നാനപ്പെടണോ? ക്രിസ്തുവിനെ ഒരു സഭയുണ്ടോ? പരിശുദ്ധാത്മാവ് വ്യക്തിയാണോ ശക്തിയാണോ? കർത്താവ് സഭ സ്ഥാപിച്ചിട്ടുണ്ട്, കർത്താവ് സഭയുടെ തലയാണോ? എന്താണ് കർത്താവിൻ്റെ സത്യവചനം, പഥ്യോപദേശം എന്ന് ഇപ്പോഴും നിശ്ചയമില്ല. അതുകൊണ്ട് ഉദാഹരണം നമ്മൾ പറഞ്ഞാൽ ഫേസ്ബുക്കിലെ എല്ലാ ക്രിസ്തീയ മെസ്സേജുകളും കേൾക്കുക. അതൊന്നും ക്രിസ്തീയ മെസ്സേജുകളല്ല. കർത്താവിൻ്റെ സഭയിലുള്ള ഒരു വ്യക്തി കഴിഞ്ഞ ഞായറാഴ്ച ഒരാൾ ഇവിടെ സംശയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ്. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കുന്ന അനേക ദൈവ മക്കളെന്ന് പറയുന്ന കർത്താവിൻ്റെ സഭയിലുള്ളവരോട് എനിക്ക് വളരെ വ്യക്തിപരമായിട്ട് പറയാനുള്ളൊരു അപേക്ഷയാണിത്. കർത്താവിൻ്റെ സഭയിലുള്ളവർ മറ്റ് ഫേസ്ബുക്കിലും മറ്റും കിട്ടുന്ന മറ്റ് ക്രിസ്തീയ സന്ദേശങ്ങളെന്ന് പറയുന്ന സന്ദേശങ്ങൾ കേൾക്കരുത്. കേൾക്കാം എപ്പോഴാണ്? കട്ടിയായുള്ള ആഹാരം കഴിക്കാൻ പ്രാപ്തി എത്തുമ്പോൾ. യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ പരിജ്ഞാനം, ഉറപ്പ്, നിശ്ചയം കിട്ടിക്കഴിയുമ്പോൾ ഈ സന്ദേശങ്ങൾ കേട്ട ഉടൻ നമുക്ക് മനസ്സിലാകും ഇത് ദുരുപദേശമാണ് എന്ന്. ആ ഒരു പക്വതയും പ്രായവും എത്തിയിട്ടില്ലാത്തവർ വചനമാണ്, ബൈബിളാണല്ലോ പ്രസംഗിക്കുന്നതെന്ന ന്യായീകരണത്താൽ എല്ലാ പ്രസംഗങ്ങളും കേട്ടാൽ നമ്മുടെ ഉള്ളിൽ വീണിട്ടുള്ള യഥാർത്ഥ സത്യവചനത്തിൻ്റെ അറിവ് നഷ്ടപ്പെടും. സാത്താൻ അത് കുത്തിക്കൊണ്ടുപോകും. നമ്മൾ കേട്ട ദുരുപദേശം നമ്മുടെ ഉള്ളിൽ വേരുപിടിക്കും. ദൈവമക്കളെ സംബന്ധിച്ച് ആദ്യം പഠിക്കേണ്ട പാഠം, ഞാനിത് അനുഭവത്തിലൂടെ പഠിച്ച പാഠമാണ്. കർത്താവിൻ്റെ സഭയുടെ ഉപദേശം മാത്രമേ കേൾക്കാവുള്ളൂ. അതിൽ ഉറപ്പ് ആദ്യം പ്രാപിക്കണം. വചനത്തിൽ നിശ്ചയം ആദ്യം പ്രാപിക്കണം. എന്നിട്ട് നമ്മൾ ചരിത്രപരമായ വിവരങ്ങൾക്ക് വേണ്ടിയോ മറ്റ് ചിലതായ ലോകപ്രകാരമുള്ള ചില വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന സന്ദേശങ്ങൾ കേൾക്കുമ്പോൾ ഒട്ടും നമുക്ക് ഉപദേശപരമായിട്ട് കേൾക്കരുത്. ഉപദേശപരമായിട്ട് ജ്ഞാനം കർത്താവിൻ്റെ സഭയിലാണ്. എല്ലാ സന്ദേശങ്ങളും കേൾക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അറിയാതെ പറയുന്നത് അവരെല്ലാം രക്ഷിക്കപ്പെട്ടവരും അവരെല്ലാം ദൈവാത്മാവുള്ളവരുമാണെന്നാണ്. കർത്താവിനെ വെറുതെ കള്ളനാക്കരുത്. കർത്താവിനെ വഞ്ചിക്കരുത്. കർത്താവിനെ വഞ്ചനയ്ക്ക് കൂട്ടുകാരനാക്കരുത്. കർത്താവ് രക്ഷിക്കപ്പെട്ടത് തൻ്റെ സഭയാണ്. രക്ഷിക്കപ്പെട്ടവർ സഭയിലാണ്. ദൈവത്തിൻ്റെ ആത്മാവ് തൻ്റെ മക്കളിലാണ്. ദൈവനെ കൈകാര്യം ചെയ്യാൻ വേണ്ടത് ദൈവാത്മാവാണ്. സ്നാനപ്പെടുന്നവർക്ക് മാത്രമാണ് ദൈവാത്മാവ് ദൈവം ദാനമായി നൽകിയിട്ടുള്ളത്. ബൈബിൾ എടുത്ത് സംസാരിക്കുന്നവരെല്ലാം ദൈവമക്കളല്ല, കർത്താവിൻ്റെ ദാസന്മാരുമല്ല. ഈ വഞ്ചനയുടെ ലോകത്തിൽ ആദ്യം ഒരു വിശ്വാസി അത് പഠിച്ചിരിക്കണം. ബൈബിളാണല്ലോ പ്രസംഗിക്കുന്നത്. എൻ്റെ അമ്മാവനാകാം, അമ്മച്ചിയാകാം, ആരുമാകട്ടെ. കർത്താവിൻ്റെ സഭയിൽ അംഗമല്ലാത്ത ഒരാൾ ദൈവനെ സംസാരിക്കുമ്പോൾ കേൾക്കരുത്. അല്പം ഇടുങ്ങിയതായിട്ട് തോന്നും. ഇപ്പോൾ മനസ്സിലാകില്ല അതിൻ്റെ പ്രയാസം എന്താണ്, അതിൻ്റെ അനുഗ്രഹം എന്താണ്. അതിൻ്റെ അനുഗ്രഹം മനസ്സിലാക്കണമെങ്കിൽ വചനത്തിൻ്റെ യഥാർത്ഥ നിശ്ചയം പ്രാപിച്ചു കഴിഞ്ഞിട്ട് പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ കാണാൻ സാധിക്കും. അന്ന് ഈ അലവലാതി ഈ ചവർ പുസ്തകങ്ങളൊന്നും വായിക്കാതിരുന്നതിൻ്റെ ഗുണം എന്തായിരുന്നുവെന്ന്. കർത്താവിൻ്റെ സഭയുടെ ജ്ഞാനം മാത്രം പഠിച്ച് പരിശീലനം പ്രാപിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ആ മന്ത്രവാദികൾ പുസ്തകങ്ങൾ ചുട്ടുകളഞ്ഞതുപോലെ അതെല്ലാം ചുട്ടുകളയാൻ തോന്നും. ഒരാൾക്ക് നമ്മൾ ആ പുസ്തകം കൊടുക്കില്ല, ഒരു ട്രാക്റ്റ് പോലും കൊടുക്കില്ല. ഒരു യഥാർത്ഥ രക്ഷയുടെ പരിജ്ഞാനമില്ലാത്ത ഒരു ട്രാക്റ്റ്. കാണാൻ ഭംഗിയുള്ള ട്രാക്റ്റ് ആയിരിക്കും, പോളിഷ്ഡ് പേപ്പറായിരിക്കും. പക്ഷെ അതിനടങ്ങുന്ന സന്ദേശം രക്ഷയുടെ സന്ദേശമല്ല. ഈ തിരിച്ചറിവാണ് ഇല്ലാത്തത്. എന്തോ ഇല്ലാത്തത് കാരണം കർത്താവിൻ്റെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വന്നിട്ടില്ല. നിറയുക എന്ന വാക്കിൻ്റെ അർത്ഥം നമ്മൾ കണ്ടു, നിയന്ത്രിക്കപ്പെടുക. കർത്താവിന് എന്താണ് ഇഷ്ടമെന്നുള്ളത് ഞാൻ പഠിച്ചിട്ടില്ല, ബോധ്യപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് ഈ അബദ്ധം സംഭവിക്കുന്നത്. അവിടെ പൗലോസ് വളരെ വ്യക്തമായിട്ട് കാണിച്ചിരുന്നു. അല്ലെങ്കിൽ എബ്രായ എഴുത്തുകാരൻ പറയുന്നു, കട്ടിയായുള്ള ആഹാരം എല്ലാവർക്കും പറ്റില്ല, വയറുവേദന എടുക്കും. കട്ടിയായുള്ള ആഹാരം കഴിക്കണമെങ്കിൽ അത് ഉപദേശപരമായിട്ടുള്ള ആഴമേറിയ സത്യങ്ങൾ. ബൈബിളിൽ അങ്ങനെ ഒരു അവസ്ഥയുണ്ട്. ബൈബിളിൽ പാല് മാത്രമല്ല, സ്നാനമേറ്റ വ്യക്തികൾക്ക് 1-2 ആഴ്ച പാല് കുടിക്കാം. പിന്നെ അവർ ആഴമേറിയ കാര്യങ്ങൾ പഠിക്കണം. ബൈബിൾ അടങ്ങുന്ന ആഴമേറിയ ഉപദേശ സത്യങ്ങൾ മനസ്സിലാക്കണം. അല്പം ആയുസ്സേയുള്ളൂ. കുറച്ച് കഴിയുമ്പോൾ കാഴ്ച പോകും, കേൾവിശക്തി പോകും, സംസാരിക്കാനുള്ള കഴിവ് പോകും, പഠിക്കാനുള്ള അവസരങ്ങൾ പോകും. അതിനുള്ളിൽ ഇത് ഗൃഹസ്ഥമാക്കണം. അതിനുള്ളിൽ മനസ്സിനകത്ത് ഇത് ഉറപ്പിക്കണം.
കട്ടിയായുള്ള ആഹാരം കഴിക്കാൻ പറ്റുന്ന ആർക്കാണ്? നന്മ തിന്മകളെ തിരിച്ചറിയുവാൻ തഴക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങൾ. ബൈബിളുമായി കടന്നു വരുന്ന എല്ലാവരും ദൈവത്തിൻ്റെ വേലയല്ല ചെയ്യുന്നത്. വചനം ശരിക്കും പഠിച്ചവരുമല്ല, മനസ്സിലാക്കിയവരുമല്ല. അത് തിരിച്ചറിയാനുള്ള കഴിവ് നമുക്കുണ്ടാകണം. അതിന് പ്രായമുണ്ടാകണം. ശിശുക്കളാകരുത്. അതിനെക്കുറിച്ച് അധികം പോകുന്നില്ല. അത് പറയണമെന്ന് തോന്നി. അത് വളരെ ആവശ്യമാണ്. ഇന്നത്തെ കാലത്ത് അനേകം ആൾക്കാർ ബൈബിൾ കേട്ടിട്ടും കർത്താവിൻ്റെ സഭയിലായിട്ട് ഉപദേശത്തിൽ നിശ്ചയമില്ല. കാരണം അവിടെ വീടിൻ്റെ വാതിലുകൾ ദുരുപദേശത്തിനായിട്ടും ദുരുപദേഷ്ടക്കന്മാർക്കും തുറന്നിട്ടിരിക്കുന്നത് കൊണ്ട് അവർ കടന്നു വന്ന് ഉള്ളിൽ വീഴുന്ന വിത്തുകൾ അതേപോലെ പറക്കിക്കൊണ്ടുപോകും. എത്ര ബൈബിൾ പഠിച്ചിട്ടും പരിജ്ഞാനം കിട്ടുന്നില്ല. കാരണം ഇതാണ്. സത്യവചനത്തെ, പത്യവചനത്തെ സത്യമറിയാനുള്ള താല്പര്യം നഷ്ടപ്പെട്ടു. എന്താണെന്ന് തിരിച്ചറിയാൻ ദൈവത്തിൻ്റെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം. ഇപ്പൊ സദൃശവാക്യം 1:7 സദൃശവാക്യം 9:10 ശലോമോൻ എഴുതി, യഹോവ ഭക്തിയാണ് ജ്ഞാനത്തിൻ്റെ ആരംഭം. ദൈവത്തിൻ്റെ ഇഷ്ടം അറിയുന്നതാണ് ജ്ഞാനം. പ്ലെയിനെങ്ങനെ പറത്താമെന്ന് അറിയുന്നതല്ല ജ്ഞാനം. വാഷിങ്ടണിലുള്ള റേഡിയോ സ്റ്റേഷനിൽ നിന്ന് പ്രക്ഷേപിക്കുന്നതായ വാർത്ത നമ്മൾ ഇവിടെ പാലാരിവട്ടത്തിരിക്കുന്ന വീട്ടിൽ ആ റേഡിയോയിൽ എങ്ങനെ കിട്ടി എന്നുള്ളതിൻ്റെ ആ വേവ്സിൻ്റെ പ്രവർത്തനം എന്താണെന്ന് പഠിക്കുന്നതല്ല ജ്ഞാനം. ജ്ഞാനം ദൈവത്തെക്കുറിച്ചും മനുഷ്യനെക്കുറിച്ചും ഭൂമിയെക്കുറിച്ചും ദൈവം വെളിപ്പെടുത്തിയത് പഠിക്കുന്നതാണ് ജ്ഞാനം. അത് ദൈവത്തിൻ്റെ ഭക്തി, ദൈവത്തോട് ഭയമുള്ളവർക്കുള്ളതാണ്. ദൈവത്തോട് ഭയമുള്ളവരെ ദൈവത്തിന് ഇഷ്ടമല്ലാത്ത ഒരു സത്യം, ഒരു ഉപദേശം, ഒരു പ്രസംഗവും കേൾക്കില്ല. യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാണ്. ഭോഷന്മാരോ ജ്ഞാനവും പ്രബോധനവും നിരസിക്കുന്നു. അവർക്ക് യഥാർത്ഥ വചന പരിജ്ഞാനത്തിന്, വചന പരിശീലനത്തിന് താല്പര്യമില്ല. അത് ഭോഷന്മാരെന്ന് ദൈവം പറയുന്നു. 9:10 സദൃശവാക്യം, യഹോഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭവും പരിശുദ്ധനെക്കുറിച്ച് പരിജ്ഞാനം പ്രാപിക്കുന്നത് വിവേകവുമാണ്. ദൈവത്തെക്കുറിച്ച് അറിവുണ്ടാകുമ്പോഴാണ് ഒരു വിവേകിയാകുന്നത്. സ്തെഫാനോസ് വലിയ വിദ്യാഭ്യാസമുള്ള മനുഷ്യനായിരുന്നില്ല, പക്ഷെ ദൈവഭക്തനായിരുന്നു. പക്ഷെ തൻ്റെ ജ്ഞാനത്തിന് മുമ്പിൽ നിൽക്കാൻ ഒരാൾക്ക് സാധിച്ചില്ല. ഇപ്പോൾ പരിജ്ഞാനം പ്രാപിക്കുന്ന അറിവുകൾ കൈവശമാക്കുന്നതിലൂടെയല്ല, ഒരു വിഷയത്തെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് മുഴുവൻ കാണാതെ പഠിച്ചു എനിക്ക് ആ വിഷയത്തെക്കുറിച്ച് അറിയാം എന്നതുപോലെ പറയുന്ന പോലെയല്ല. പരിജ്ഞാനം പ്രാപിക്കുന്ന അറിവുകൾ കൈവശമാക്കുന്നതിലൂടെയല്ല, അത് ഉപദേശത്തിലൂടെയോ നിരീക്ഷണത്തിലൂടെയോ അനുഭവത്തിലൂടെയോ ആകാം. ബൈ ഡോക്ട്രിൻ, ബൈ ഒബ്സർവേഷൻ, ബൈ എക്സ്പീരിയൻസ്. പല വിധത്തിലാണ് നമ്മൾ അറിവ് പ്രാപിക്കുന്നത്. ഒന്ന്, അതിനെക്കുറിച്ച് നമ്മളെ പഠിപ്പിക്കുന്നു, നമ്മൾ അതിനെക്കുറിച്ച് ഉപദേശിച്ചു തരുന്നു. 2, നമ്മളത് ശ്രദ്ധിച്ച് നോക്കി വായിച്ച് നിരീക്ഷിക്കുന്നു. 3, എക്സ്പീരിയൻസ്, അനുഭവത്തിലൂടെ. അപ്പോൾ പരിജ്ഞാനം, അഥവാ വിവരം ഉപയോഗിക്കുന്നതിലൂടെ ലഭ്യമാകുന്ന അഥവാ കൈവശമാകുന്ന ഒരു അവലോകന ശക്തിയുണ്ട്. പല വാക്കുകളിൽ ഉപയോഗിക്കുന്നു. സൂക്ഷ്മദൃഷ്ടി എന്ന് പറയാം, ഉൾക്കാഴ്ച എന്ന് പറയും. ഉൾക്കാഴ്ച എങ്ങനെയാണ് കിട്ടുന്നത്? ഈ പരിജ്ഞാനം ഓരോ സന്ദർഭങ്ങളും ഉപയോഗിക്കണം. അങ്ങനെയാണ് നമുക്ക് ജ്ഞാനമുണ്ടാകുന്നത്. ഈ പരിജ്ഞാനം അല്ലെങ്കിൽ അറിവ്, അവബോധം, പാണ്ഡിത്യം മറ്റുള്ളവർക്ക് പകർന്ന് നൽകപ്പെടുന്നത്. ഇപ്പം എനിക്ക് മനസ്സിലാക്കിയ കാര്യം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നത് എൻ്റെ മനസ്സിലുള്ള അറിവ് ഗ്രഹിക്കാവുന്ന രീതിയിൽ പകർന്നു കൊടുക്കുന്നതിലൂടെയാണ്. ഞാൻ പറഞ്ഞു കൊടുക്കുന്ന കാര്യം കേൾക്കുന്നവർക്ക് മനസ്സിലാകാത്ത രീതിയിൽ, ഒരു എത്തും പിടിയുമില്ലാത്ത, അറ്റവും തുമ്പുമില്ലാത്ത രീതിയിൽ ഒരു വെറുതെ പ്രാസം മാത്രം ഒപ്പിച്ച് പറഞ്ഞുകൊണ്ട് പോവുകയാണ്. ഞാൻ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് ബോധ്യമില്ല എങ്കിൽ ആ കേൾക്കുന്ന ആർക്ക് ഇങ്ങനെ നോക്കിയിരിക്കാമെന്നല്ലാതെ ഒന്നും ഗ്രഹിക്കില്ല. എനിക്ക് കിട്ടിയ പരിജ്ഞാനം ഞാൻ പകർന്നു കൊടുക്കുമ്പോൾ അത് എൻ്റെ മനസ്സിൽ ദൈവം തന്ന അറിവ് ഞാൻ മറ്റുള്ളവർക്ക് ഗ്രഹിക്കാവുന്ന നിലയിൽ പറഞ്ഞു കൊടുക്കണം. ക്രിസ്തു അതുകൊണ്ടാണ് ഉപമകൾ ഉപയോഗിക്കുന്നത്, കഥകൾ പറയുന്നത്. ഇപ്പം നമുക്ക് ലഭിച്ച അറിവ് മറ്റുള്ളവർക്ക് ഈ ഉൾക്കാഴ്ച പകർന്നു കൊടുക്കണം. അത് ആവശ്യമാണ്. അതുകൊണ്ടാണ് നിങ്ങൾ പ്രായം നോക്കിയാൽ, കാലം നോക്കിയാൽ മറ്റുള്ളവരെ പഠിപ്പിക്കേണ്ട പ്രായമെത്തി. കൃത്യമായി പറഞ്ഞു കൊടുക്കണം. അപ്പം അതുകൊണ്ട് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കർത്താവിൻ്റെ സഭയിൽ കർത്താവിനാൽ ചേർക്കപ്പെട്ട ഓരോ വ്യക്തികളും ആദ്യം കർത്താവിൻ്റെ വചനത്തെ കൃത്യമായി പഠിക്കണം. മറ്റൊന്നും കേൾക്കാൻ ഞാൻ പറഞ്ഞത് അനുഭവത്തിൽ നിന്നാണ്. അത് വളരെ ആവശ്യമാണ്. അപ്പോൾ ദൈവം തൻ്റെ ചിന്തകൾ, അതായത് മനസ്സ്, തൻ്റെ ആത്മാവിലൂടെ അപ്പോസ്തലന്മാർക്കും പ്രവാചകനും നമുക്ക് വെളിപ്പെടുത്തി. ശരി, ഇതിൽ നമ്മൾ മുന്നോട്ട് പോകുന്നില്ല. രണ്ടാമത്തെ പ്രാർത്ഥനാ വിഷയം. ഇപ്പോൾ ഒന്നാമത്തെ പ്രാർത്ഥനാ വിഷയം നമ്മൾ കേട്ടു, അവൻ്റെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണം എന്നുള്ളതാണ് പൗലോസ് അപ്പോസ്തലൻ കൊലോസ്യർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. രണ്ടാമത് എൻ്റെ പ്രാർത്ഥന എന്ന് പറയുന്നത് ആത്മീകമായ ജ്ഞാനവും വിവേകവും അവർക്കുണ്ടാകണം. മലയാള ബൈബിളിൽ അതിലിപ്പോൾ ആദ്യം കിടക്കുന്ന വിഷയമാകാം.
പൗലോസ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പറയുന്നത് അവർക്ക് ആത്മീകമായ ജ്ഞാനവും വിവേകവും ഉണ്ടാകണം. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ സ്പിരിച്വൽ വിസ്ഡം ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. ആത്മീകമായ ജ്ഞാനം ഉണ്ടാകണം, ആത്മീയ വിവേകം ഉണ്ടാകണം. ജ്ഞാനവും വിവേകവും തിരുവെഴുത്തിൽ പല ഭാഗത്തും പറഞ്ഞിട്ടുള്ളതാണ്. പ്രത്യേകമായി സദൃശവാക്യങ്ങളിൽ ശ്രേഷ്ഠമായി പ്രതിപാദിക്കപ്പെട്ടിരിക്കുന്ന ഒന്നാണ് ജ്ഞാനവും വിവേകവും. രണ്ടും ഒന്നല്ല, രണ്ടാണ്. സദൃശവാക്യം 4-ാം അധ്യായത്തിൻ്റെ 5-7 വാക്യങ്ങളിൽ ജ്ഞാനം സമ്പാദിക്കുക. ലോകത്ത് നമ്മൾ നേടേണ്ട ഏറ്റവും വലിയ സമ്പാദ്യം ജ്ഞാനമാണ്. വിവേകം നേടുക. സദൃശവാക്യം 4-5-7 മറക്കരുത്, എൻ്റെ വചനങ്ങളെ വിട്ടു മാറുകയും അരുത്. ജ്ഞാനം തന്നെ പ്രാധാന്യം. ജ്ഞാനം സമ്പാദിക്കുക. നിന്റെ സകല സമ്പാദ്യത്താലും വിവേകം നേടുക. എന്തെല്ലാം നഷ്ടപ്പെട്ടാലും ജ്ഞാനവും വിവേകവും നഷ്ടപ്പെടില്ല. അത് നേടാൻ സാധിച്ചാൽ എല്ലാം നഷ്ടപ്പെടും. നമ്മുടെ ശരീരം നഷ്ടപ്പെട്ടാലും ജ്ഞാനവും വിവേകവും നഷ്ടപ്പെടില്ല. അതുകൊണ്ടാണ് ഇയ്യോബ് ചാരത്തിലിരിക്കുമ്പോൾ തൻ്റെ ഭാര്യ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഇപ്പോഴും എന്തിനാ ഇങ്ങനെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നത്? ദൈവത്തോളം നിങ്ങളുടെ ബന്ധം ഇനിയും തള്ളിക്കളയാൻ പാടില്ലേ? കാരണം ഭൗതികമായ ഓരോ നേട്ടങ്ങൾക്ക് വേണ്ടിയാണ് ലോകത്തിലെ മിക്കവരും ആത്മീയ കാര്യത്തിൽ പങ്കെടുക്കുന്നത് പോലെ ഇയ്യോബിൻ്റെ ഭാര്യയും പ്രതീക്ഷിച്ചത് ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കാം. ഈ മനുഷ്യരുടെ ജീവിതത്തിൽ എല്ലാം തകർന്നു. നീ എന്തിനാണ് പാട്ടും പ്രാർത്ഥനയും കൂട്ടായ്മയും ബൈബിളും? കാരണം എന്തെങ്കിലും നേടാൻ വേണ്ടിയാണ് മനുഷ്യർ ദൈവത്തെ തേടുന്നത്. പക്ഷെ മനുഷ്യനെന്ന നിലയിൽ അവൻ്റെ പൂർണ്ണത, നിറവ്, തികവ്, അവൻ്റെ ആത്മാവിൻ്റെ പൂർണ്ണത ആ ദൈവമെന്ന ലക്ഷ്യത്തെ കണ്ടെത്തുന്നതിലൂടെ അത് മനുഷ്യൻ തിരിച്ചറിയുന്നില്ല. തിരിച്ചറിയണമെങ്കിൽ ആത്മീയ വിവേകം വേണം. അതുകൊണ്ട് ഇയ്യോബ് നീ ഒരു പൊട്ടിയാണ്. ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് ഏത് അന്തരീക്ഷം, ഏത് അവസ്ഥ, ഏത് കാലാവസ്ഥ വന്നാലും നമ്മൾ സ്വീകരിക്കണ്ടേ? ദൈവം നമുക്ക് നൽകിത്തരുന്ന അവസ്ഥകളല്ലേ. ഈ അവസ്ഥകൾ ദൈവം എന്നാണ് തരുന്നതെങ്കിൽ എൻ്റെ പാപം കൊണ്ടോ ബലഹീനതകൾ കൊണ്ടോ വന്നതല്ല, ദൈവം എനിക്ക് തന്നതാണ്. എന്നെ നടത്തിയത് ഈ ഒരു അന്തരീക്ഷത്തിൽ അവസ്ഥയിലാണെങ്കിൽ അതിൻ്റെ നടുവിൽ ദൈവത്തിൻ്റെ ഉദ്ദേശമുണ്ടാകില്ലേ? നീ എന്താ പൊട്ടിയാണ്? ഇത്ര വർഷം കൊണ്ട് നീ എന്താ പഠിച്ചത്? അത് എന്നോട് കൂടെ ജീവിച്ചിട്ട് എന്താ പഠിച്ചത്? അതാണ് ഇയ്യോബ് ചോദിച്ചത്. നീ ഒരു പൊട്ടിയായി പോയി എന്തുകൊണ്ട്? ഈ മനുഷ്യനോട് പറഞ്ഞു, എൻ്റെ ഭർത്താവിനോട് പറഞ്ഞു, പോയി മരിച്ചുകളാം. കാരണം സാഹചര്യങ്ങളും എല്ലാം പ്രതികൂലം, എല്ലാം വേദനയും. തൻ്റെ ഭർത്താവിൻ്റെ അടുക്ക് ഇരിക്കാൻ പറ്റില്ല, നാറ്റമാണ്, കാണാനാണെങ്കിൽ വികൃത രൂപമാണ്. ഇപ്പൊ നീ ജീവിക്കുന്ന ഇതിനു വേണ്ടിയാണോ? അതുകൊണ്ടാണ് യോബ് ചോദിച്ചത്. ദൈവം തന്നു, ദൈവം എടുത്തു. ദൈവത്തിനെടുക്കാൻ അവകാശമുണ്ട്. ഏത് സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ വരണമെന്ന് ദൈവം തീരുമാനിച്ചാൽ നമ്മൾ നിന്നു കൊടുക്കുക. ഇതിനൊരു അവസാനമുണ്ട്. അതെന്താ ചിന്തിക്കാത്തത്? ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ ഈ പ്രതികൂലത്തിൽ, കൂരിരുട്ടിൽ, വേദനയിൽ, സങ്കടത്തിൽ, ഒറ്റപ്പെടലിൽ ഈ സന്ദർഭത്തെ ദൈവത്തെ തന്നെ മുറുകെ പിടിച്ച് നിന്നാൽ അവസാനം ഒരു ഉത്തരം വരും. അവസാനം ഇതിൻ്റെ ഉത്തരം കാണാം. പൊന്നുപോലെ ഞാൻ പുറത്തു വരും. അതിന് ദൈവത്തോടെ ഭക്തി മുറുകെ. യോബിന്റെ ഭാര്യ പറഞ്ഞതിനകത്താണ് ആ രഹസ്യം. ദൈവത്തിന്റെ ഭക്തി മുറുകെ തന്നെ പിടിച്ചു വെക്കുക. ശരീരത്തിൽ പുഴു വീണാലും ആ ഭക്തി പോകില്ല. ദൈവജ്ഞാനം പോകില്ല, വിവേകം പോകില്ല, ദൈവത്തിൽ നിന്ന് പഠിച്ച പാഠങ്ങൾ പോകില്ല. അതുകൊണ്ടാണ് ഇതാ സദൃശവാക്യത്തെ ജ്ഞാനിയായ ശലോമോൻ, ദൈവത്തിന് ജ്ഞാനമുള്ള മനുഷ്യൻ പറയുകയാണ്, ജ്ഞാനം സമ്പാദിക്കാൻ, ദൈവനെ പഠിക്കാൻ, ബൈബിൾ പഠിക്കാൻ, കർത്താവിൻ്റെ സഭയിൽ ദൈവജ്ഞാനം കിട്ടുന്ന സന്ദർഭങ്ങളിൽ മാക്സിമം ഉപയോഗിക്കുക. അവസാനം 95-ാമത്തെ വയസ്സിൽ കട്ടിലിൽ കിടക്കുമ്പോഴാണെങ്കിലും ചെവിയിൽ ഏതെങ്കിലും സംവിധാനം വെച്ചുകൊണ്ട് ക്ലാസ്സുകൾ കേട്ടുകൊണ്ടിരിക്കുക. ഡോക്ടർ തരുന്ന മരുന്നിനേക്കാളും നേഴ്സുമാരുടെ ശുശ്രൂഷയെക്കാളും ദൈവനെ ദിവസവും കേട്ടുകൊണ്ടിരിക്കുക. രാത്രി കിടക്കാൻ പോകുമ്പോഴും അത് തന്നെ കേട്ടുകൊണ്ട് ഉറക്കത്തിലേക്ക് പോവുക. അതിനേക്കാൾ സുഖപ്പെടുത്തുന്ന മറ്റൊന്നില്ല. ജ്ഞാനം സമ്പാദിക്കുക, വിവേകം നേടുക, മറക്കരുത്. എൻ്റെ വചനങ്ങളെ വിട്ടു മാറുകയും അരുത്. ദൈവം യോശുവയോട് പറഞ്ഞു, ഇടത്തോട്ടോ വലത്തോട്ടോ നീ മാറരുത്. നിനക്ക് നിൽക്കണമെങ്കിൽ, ജയിക്കണമെങ്കിൽ നിന്റെ മുമ്പിൽ ഒരു ശത്രു നിൽക്കാൻ പറ്റില്ല. നീ എൻ്റെ മുമ്പിലാണ് നിൽക്കുന്നതെങ്കിൽ. ജ്ഞാനം തന്നെ പ്രധാനം. ജ്ഞാനം സമ്പാദിക്കുക, നിന്റെ സകല സമ്പാദ്യത്തിൽ വിവേകം നേടുക. അപ്പൊ ജ്ഞാനമെന്ന് പറയുന്നത് അറിവിൻ്റെ അടിസ്ഥാനത്തിൽ ശരിയായ തീരുമാനം വികസിപ്പിച്ചെടുക്കാനുള്ള പ്രാപ്തിയാണ്. നമ്മൾ പല കാര്യങ്ങളെക്കുറിച്ച് അറിവ് നേടി. ഈ നേടിയ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സന്ദർഭം വരുമ്പോൾ ശരിയായ തീരുമാനം എടുക്കാനുള്ള കഴിവുണ്ടാകും. അതാണ് ജ്ഞാനം. എബിലിറ്റി ടു ഡെവലപ്പ് സൗണ്ട് ജഡ്ജ്മെന്റ് ബേസ്ഡ് ഓൺ നോളേജ്. നമുക്ക് ദൈവന പ്രകാരം പല അറിവ് കിട്ടി, നോളേജ് കിട്ടി. ഈ നോളേജ് അല്ലെങ്കിൽ അറിവ് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സന്ദർഭത്തിൽ ശരിയായ തീരുമാനം അന്നേരം ഞാൻ പെട്ടെന്ന് എടുത്തു ചാടില്ല, ആലോചിച്ച് തീരുമാനമെടുക്കും. ഞാൻ ആ വീട്ടിൽ പോകണോ, അവർക്ക് എൻ്റെ വീട്ടിൽ വരണോ? ഞാൻ പറയും, ആലോചിച്ചിട്ട് പറയാം.
എഴുതി വാ ഞാൻ വന്നേക്കാം. ഇല്ല, പറയില്ല. ദൈവമക്കൾ ജ്ഞാനമുള്ളവർ പറയും ഞാൻ നാളെ പറയാം. കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ 22-ാം വാക്യത്തിൽ അവിടെ പൗലോസ് പറയുന്നു, അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ, ക്രിസ്തുവിനെ അറിയിക്കുന്നതിൽ ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന്. ഇതാണ് ഉദ്ദേശം. അതിനാണ് നമ്മൾ സത്യം അറിയണം, വചനം മാത്രം പഠിക്കണം, ക്രിസ്തുവിൻ്റെ ജ്ഞാനത്തെ മാത്രം പരിശീലിക്കണം എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ്. നമ്മൾ തികഞ്ഞവരാകണം. അല്ലെങ്കിൽ 2 അടി കയറിയാൽ 4 അടി താഴെ പോകും. 1 മണിക്കൂർ ദൈവനം കേട്ടു, അരമണിക്കൂർ ദൈവനം കേട്ടു, പിന്നെ ദുരുപദേശത്തിൻ്റെ ഒരു മാഗസിൻ വായിച്ചു, തീർന്നുമല്ല. കൂട്ടുകാരെ വിളിച്ചപ്പോൾ എങ്ങോട്ട് പോയി ഒരു പ്രാർത്ഥനയ്ക്ക്, അവളോടുകൂടി തീർന്നു. ദൈവനം പഠിച്ച ആ അനുഗ്രഹം മുഴുവൻ പോയി. സാത്താൻ അറിയാം, അവിടെ അവനെ കിട്ടിക്കഴിഞ്ഞാൽ അവൻ കിട്ടിയ സകല ആത്മീക സന്ദേശവും സത്യവും മുഴുവൻ ഇങ്ങനെ തുടച്ചിങ്ങെടുത്ത് കളയും. ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് ഞാൻ അപകടങ്ങൾ ചൂണ്ടിക്കാട്ടുകയാണ്. കേൾക്കുന്നവർ വ്യക്തിപരമായി നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ ഗൗരവമുണ്ടെങ്കിൽ മനസ്സിലാക്കുക. ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് ഏത് മനുഷ്യനെയും പ്രബോധിപ്പിക്കാൻ ശ്രദ്ധിക്കുക. ഏത് മനുഷ്യനോടും സകല ജ്ഞാനത്തോടും കൂടെ ഉപദേശിക്കുകയും ചെയ്യുന്നു. ഇപ്പൊ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, ഞങ്ങളിത് ചെയ്തതിന്റെ കാരണം എന്താണ്? ഒരുവൻ ക്രിസ്തുവിൽ ഉറച്ചു നിൽക്കണം. കാരണം പല ശത്രുക്കൾ പല വശത്ത് നിന്നാണ് അവനെ ഉന്നം വെച്ചിരിക്കുന്നത്. ദൈവമക്കൾ വിചാരിക്കരുത് ഒരിക്കലും നിങ്ങൾക്ക് ശത്രുക്കളില്ലെന്ന് വിചാരിക്കരുത്, അബദ്ധമാണത്. നിങ്ങളുടെ കുടുംബത്തിനകത്ത് കാണും, പുറത്ത് കാണും, സഭ എന്ന് പറയുന്ന കൂട്ടത്തിന്റെ നടുവിൽ കാണും. നിങ്ങളുടെ ആത്മീക ജീവിതത്തെ തകർക്കാനുള്ള ശത്രുക്കൾ. ഞാൻ ശത്രു എന്ന് പറഞ്ഞവർ വരില്ല. നിങ്ങൾ ചിലപ്പോൾ എന്തിനെങ്കിലും ക്ഷണിച്ചുകൊണ്ടായിരിക്കും വരുന്നത്. ഒരുവൻ ക്രിസ്തുവിൽ ഉറച്ചു നിൽക്കണം. കൊലോസ്യർ 2:3 അതുകൊണ്ടാണ് പറഞ്ഞത്, അവനിൽ ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാന നിക്ഷേപങ്ങളൊക്കെ ഗുപ്തമായിട്ടിരിക്കുന്നു. 3:16 കൊലോസ്യ ലേഖനം അവിടെയും പറയും, സങ്കീർത്തനങ്ങളാൽ സ്തുതികളാലും ആത്മീയതകളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധിയുപദേശിച്ചും നന്ദിയോട് നിങ്ങളുടെ ഹൃദയത്തെ ദൈവത്തിന് പാടി അങ്ങനെ ക്രിസ്തുവിൻ്റെ വചനം ഐശ്വര്യമായി നിറയട്ടെ. 4:5 കൊലോസ്യ ലേഖനം സമയത്തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് പുറത്തുള്ളവരുടെ ജ്ഞാനത്തോടെ പെരുമാറുകയും. നേരത്തെ പറഞ്ഞ അതാണ്, അറിവ് കിട്ടി, ഇന്നൊരാളെക്കുറിച്ച് എനിക്ക് അറിവ് കിട്ടി, ആളെ വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല, ആൾ തെറ്റായ ഉപദേശത്തിൽ കിടക്കുകയാണ്, ഞാൻ അയാളെ കണ്ടു, എങ്ങനെ അയാളുടെ ഉത്തരം പറയണം? ഒഴിഞ്ഞു മാറേണ്ട വിഷയങ്ങൾ ഒഴിഞ്ഞു മാറുക. വാദത്തിന് പോകരുത്, ആത്മീയമായ തർക്കത്തിന് നിൽക്കരുത്. പിശാചുമായിട്ട് തർക്കിച്ച് ജയിക്കാമെന്നുള്ള കരുതരുത്, അല്ല ബലമൊന്നും നമുക്കില്ല. അത് പിശാചിന്റെ പ്രതിനിധിയാണ്. തർക്കിക്കാൻ നിൽക്കരുത്, എനിക്ക് താല്പര്യമില്ല, ഒറ്റ വാക്കി തീർന്നു. നമ്മുടെ വീട്ടിൽ വരുന്ന സെയിൽസ്മാൻ കൗൺസിലിംഗ് പഠിക്കുമ്പോൾ ഒരാൾ പഠിപ്പിക്കുന്നൊരു പാഠമുണ്ട്, നോ പറയാൻ പഠിക്കണം. ചേട്ടാ എനിക്കൊരു 100 രൂപ തരുമോ? അതെ, 100 രൂപ എന്ന് ചോദിച്ചാൽ അവിടെ പഠിപ്പിക്കുന്ന പാഠം ഇതാണ്, നോ, തരില്ല. എൻ്റെ കയ്യിൽ അങ്ങനെ തരാൻ പൈസയില്ല, കാരണം നിങ്ങൾക്ക് 3-4 തവണ ഞാൻ തന്നു, തരാമെന്ന് പറഞ്ഞു, ഇതുവരെ തന്നിട്ട് പോലുമില്ല, വാങ്ങിച്ച ഓർമ്മ പോലുമില്ല, ഞാൻ തരില്ല. ഈ പുസ്തകം വീട്ടിൻ്റെ മുമ്പിൽ വന്ന സെയിൽസ്മാൻ വലിയ രീതിയിൽ ആകർഷണീയമായ രീതിയിൽ അവതരിപ്പിക്കും. 5000 രൂപയുടെ വിലയുള്ള പുസ്തകമാണ്. 482 രൂപ തന്ന ആ പുസ്തകം നിങ്ങൾക്ക് തരാം, വേണ്ട. ഈ പുസ്തകം പഠിച്ചാൽ നിങ്ങളുടെ മകൻ വലിയ കോളേജിൽ ചേരും, വലിയ MBBSന് അഡ്മിഷൻ ഈസി ആയിട്ട് കിട്ടും, ടെസ്റ്റൊക്കെ പാസ് ചെയ്യും, എനിക്ക് വേണ്ട എന്ന് പറയാനുള്ള ഒരു ധൈര്യം വ്യക്തികൾക്കുണ്ടാകണം. അത് ആത്മീകമായിട്ടും ആവശ്യമാണ്. പുരുഷത്വം കാണിപ്പിക്കുന്ന പൗലോസ് എപ്പോഴും പറയും, അത് സ്ത്രീകളെ ഉൾപ്പെടെയാണ് പറയുന്നത്. അപ്പോൾ ഇത് വളരെ ആവശ്യമാണ്. കൊലോസ്യർ 4:5 അതാണ് പറഞ്ഞത്, സമയം തക്കത്തിന് ഉപയോഗിക്കണം. ഒരു ആഴ്ചയിൽ ഇത്ര ദിവസം, ഒരു ദിവസം ഇത്ര മണിക്കൂർ. ഈ മണിക്കൂറിൽ എങ്ങനെ ഞാൻ 24 മണിക്കൂർ ഉപയോഗിക്കണം? ഒരു 6-7 മണിക്കൂർ ഉറങ്ങി, ശരിയാണ്, രാവിലെയും രാത്രിയുമായി. ആഹാരം കഴിക്കുക ഇത്ര മണിക്കൂർ, ബാക്കിയുള്ള മണിക്കൂർ എങ്ങനെ ചെലവിട്ടു? ഒരു പ്രയോജനമില്ലാത്ത മൊബൈലിന് വേണ്ടി എത്ര മണിക്കൂർ? 4 മണിക്കൂർ, 3 മണിക്കൂർ. ബൈബിൾ വായിക്കാൻ എത്ര മിനിറ്റ്, പ്രാർത്ഥിക്കാൻ എത്ര സെക്കൻഡ് ഉപയോഗിച്ചു? ഇതുപോലെ നീ മണ്ടനാണ്. 24 മണിക്കൂർ ഞാൻ ഒരു ദിവസം നിനക്ക് തന്നപ്പോൾ നീ അത് വിനിയോഗിച്ച രീതി നീ ആരെന്ന് കാണിച്ചു തരുന്നു. നിനക്ക് ആത്മീയ ഭക്ഷണം കഴിക്കാൻ താല്പര്യമില്ലെങ്കിൽ നീ ബലഹീനനാണ്, രോഗം ബാധിക്കും പെട്ടെന്ന്. ഇപ്പൊ സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് പുറത്തുള്ളവരുടെ ജ്ഞാനത്തെ പെരുമാറുകയും, പുറത്തുള്ളവരോട് ദൈവത്തെ അറിഞ്ഞിട്ടില്ലാത്തവർ സംസാരിക്കാൻ സൂക്ഷിച്ച് സംസാരിക്കണം. നമ്മൾ പറയുന്ന ഓരോ വാക്കും പക്ഷി കൊത്തിക്കൊണ്ടു പോകും. കൃത്യമായ ഡേറ്റ് അവർ പറയും, അന്ന് ഇന്ന ദിവസം വൈകുന്നേരം 4 മണിക്ക് ഇതല്ലേ എന്നോട് നീ പറഞ്ഞത്. അതിൽ ജ്ഞാനത്തോടെ പെരുമാറണം. നമ്മളെ ജീവിതം മറ്റുള്ള കയ്യിലെടുത്ത് ഇട്ടുകൊടുക്കരുത്, കെണിയാണത്. ഇതിനൊക്കെയുള്ള ജ്ഞാനമാണ് ഇവിടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബുദ്ധിപരമായ അറിവുകൾ
വസ്തുതകളെ സംബന്ധിച്ച ബുദ്ധിപരമായ അറിവുകൾ, ഒരു വിഷയത്തെക്കുറിച്ച് നമുക്ക് അറിവുകൾ കിട്ടും, നോളേജ്. ആ ജ്ഞാനത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. അതല്ല ജ്ഞാനം. കിട്ടിയ അറിവ് ഒരു സന്ദർഭത്തിൽ എങ്ങനെ ഉപയോഗിക്കാം, ആ വ്യക്തിയെ വെറുപ്പിക്കുകയുമില്ല, നാം പറയാനുള്ളത് പറയും, അത് ജ്ഞാനമെന്ന് പറയും. ആ വ്യക്തിക്ക് വിഷമവും തോന്നുകയില്ല, പക്ഷെ നാം കൃത്യമായിട്ട് ശക്തമായിട്ട് പറയും. വേറൊന്നും തോന്നണ്ട, ഞാൻ തരില്ല. വേറൊന്നും തോന്നണ്ട, എനിക്ക് കൂട്ടായ്മ വരാൻ താല്പര്യമില്ല. എൻ്റെ ആത്മീയജീവിതത്തെ പന്താടാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല. അങ്ങനെ പറഞ്ഞാൽ ആ വ്യക്തിക്കൊരു ഷേക്ക് ഉണ്ടാകും. ഞാൻ പണ്ട് പറഞ്ഞ വ്യക്തിപരമായ ജീവിതത്തെ ഉദാഹരണം പറയാം. തിരുവനന്തപുരത്ത് ഒരു 10-30 വർഷത്തിന് മുമ്പാണ്. തിരുവനന്തപുരത്ത് ഞാൻ വീട്ടിലായിരുന്ന സമയത്ത് യഹോവ സാക്ഷികൾ എന്ന് കൂട്ടർ, പേര് പറഞ്ഞതിന് പ്രയാസമുണ്ടെങ്കിലും പറയാതിരിക്കാൻ പറ്റില്ല, അവർ ട്രാക്റ്റുമായിട്ട് വന്നു. ₹1 ₹2 പുസ്തകം, ഈ ഭൂമിയിലെ ഉണ്ടാകുന്ന ദൈവരാജ്യത്തിൽ നിങ്ങൾക്കും അംഗമാകാം. ഞാൻ ₹1 എടുത്ത പുസ്തകം വാങ്ങിച്ചിട്ട് അവിടെ മുമ്പിൽ വെച്ച് വലിച്ചു കയറി തെങ്ങിൻ്റെ ചുവട്ടിലിട്ടു. അവർ പ്രതീക്ഷിച്ചില്ല. ചോദിച്ചു, എന്താ ചെയ്ത്? ഇത് ദുരുപദേശമാണ്, എനിക്ക് നന്നായിട്ടറിയാം ഇത് ദുരുപദേശമാണെന്ന്, എനിക്ക് വായിക്കാൻ താല്പര്യമില്ല. 30 വർഷം മുമ്പ് ഞാൻ അതിന് ശക്തമായിട്ട് തന്നെ പറഞ്ഞു. അത് പറയണം, അത് മനുഷ്യൻ്റെ മുഖമല്ല, എനിക്കറിയാം അത് മനുഷ്യൻ്റെ രൂപത്തിൽ വരുന്നതിൻ്റെ പിന്നിൽ ആരാണെന്ന്, ഏത് ദൂതൻ്റെ വെളിച്ചമാണ്, ഏത് ദൂതൻ്റെ വേഷമാണ് കെട്ടിയിരിക്കുന്നത് എനിക്കറിയാം. അതിൻ്റെ അമ്മാവനാണ്, എന്തിനാ എൻ്റെ സ്വന്തം അപ്പനാണ് ദുരുപദേശമായി വന്നത്? ഇല്ല. ഇപ്പം വേറെ എന്തെങ്കിലും കാര്യം സംസാരിക്കാനുണ്ടെങ്കിൽ അപ്പോഴും സംസാരിക്കാം, പക്ഷെ വചനപ്രകാരം ഇതിന് പുരുഷത്വം എന്ന് പറയും. അവരെയാണ് കർത്താവിന് വേണ്ടത്. ഗിദെയോന്റെ സമയത്ത് പറഞ്ഞാൽ, നീ ആ വെള്ളം കുടിക്കുന്ന 300 പേരെ മാത്രം നീ തിരഞ്ഞെടുത്താൽ മതി, ബാക്കിയുള്ളവരോട് പോകാൻ പറ. ദൈവത്തിന് വേണ്ടത് ഇങ്ങനെയുള്ളവരെയാണ്, പടയാളികളായിട്ട് നിൽക്കാൻ. അപ്പോൾ ഇവിടെ ബുദ്ധിപരമായ അറിവുകൾ നമുക്കൊരു വിഷയത്തെക്കുറിച്ച് കിട്ടി, അതല്ല ജ്ഞാനം. ഇത്തരം അറിവുകൾ, അതായത് വസ്തുതകളെക്കുറിച്ചുള്ള, വിഷയങ്ങളെക്കുറിച്ചുള്ള അറിവുകളോടൊപ്പം ആത്മീക ജ്ഞാനവും വിവേകവും കൂടിച്ചേരുമ്പോഴാണ് പ്രയോജനമുണ്ടാകും. നമുക്ക് പല കാര്യങ്ങളെക്കുറിച്ച് അറിയാം, പല വിഷയങ്ങളെക്കുറിച്ചുള്ള വിവരമുണ്ട്, പക്ഷെ അതിലോട്ട് ആത്മീക ജ്ഞാനവും വിവേകവും കൂടിച്ചേരണം. ഇപ്പോൾ പ്രായോഗികമായും ആത്മീകമായ ഉൾക്കാഴ്ചയില്ലാത്ത അറിവുകളല്ല ദൈവം ആഗ്രഹിക്കുന്നു. ഇതേപോലെ നിങ്ങളൊരു കാര്യം തീരുമാനിക്കുമ്പോൾ, ഇടപെടുമ്പോൾ ഉൾക്കാഴ്ച വേണം. ഇത് എന്തിലേക്ക് നയിക്കും? ഞാൻ അങ്ങോട്ട് പോയാൽ എന്ത് സംഭവിക്കും? ശനിയാഴ്ച ഞാൻ അവിടം വരെ പോയാൽ ഞായറാഴ്ച എനിക്ക് എന്ത് സംഭവിക്കും? അത് മനസ്സിലാക്കാനുള്ള ഉൾക്കാഴ്ച വേണം. അയ്യോ ബ്രദർ, എനിക്ക് വരാൻ പറ്റില്ല, ഭയങ്കര ക്ഷീണമായി, ശനിയാഴ്ച രാത്രി ഞായറാഴ്ച അതിരാവിലെ 3 മണിക്കാണ് എത്തിയത്, കിടന്നു ഉറങ്ങിപ്പോയി. ഇത് പോകുന്നതിന് മുമ്പ് അറിയാൻ പാടില്ലേ? ഞാൻ പലരോട് പണ്ട് ചോദിച്ചിട്ടുണ്ട്, ഇവിടെ പോയി വീട് വയ്ക്കാൻ താമസിക്കാൻ തീരുമാനിച്ചപ്പോൾ ഞായറാഴ്ച കൂട്ടായ്മയ്ക്ക് വരാൻ പറ്റില്ലെന്നറിയില്ലായിരുന്നോ? അയ്യോ എനിക്ക് വരാൻ പറ്റുന്നില്ല, ബസ്സില്ല, നേരത്തെ അറിയില്ലായിരുന്നു. അതാണ് ഈ പറഞ്ഞു വരുന്നത്. ഉൾക്കാഴ്ച വേണം. 1 കൊരിന്ത്യർ 2:13 പൗലോസ് അപ്പോസ്തലൻ 1 കൊരിന്ത്യർ 2:13 പറയും, അത് ഞങ്ങൾ, അതായത് ദൈവം നൽകിത്തന്ന, ദൈവം വെളിപ്പെടുത്തിയതിനെക്കുറിച്ചാണ്. അത് ഞങ്ങൾ മാനുഷ്യജ്ഞാനം ഉപദേശിക്കുന്ന വചനങ്ങളാലല്ല, ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളാൽ തന്നെ പ്രസ്താവിച്ചുകൊണ്ട് ആത്മികന്മാർക്ക് ആത്മികമായത് വെളിപ്പെടുത്തുന്നു. ആത്മിക സ്വഭാവം ഉണ്ടെങ്കിലേ ആത്മിക സത്യങ്ങൾ പഠിക്കാൻ പറ്റൂ. വിദ്യാഭ്യാസമല്ല നമുക്ക് വേണ്ടത്, അത് വേണം മലയാളം കൂട്ടി വായിക്കാൻ. ആത്മിക വിദ്യാഭ്യാസം, ആത്മിക ജ്ഞാനം, ആത്മീയ വിവേകം, ആത്മിക അന്തസത്ത, ആത്മീയ ഉൾക്കാഴ്ച, ആത്മിക അന്തർജ്ഞാനം വേണം. ഞാൻ കേൾക്കുന്ന എൻ്റെ ആത്മാവിന് വേണ്ടിയുള്ള കാര്യമാണ്. എൻ്റെ ശരീരത്തെ രസിപ്പിക്കാനുള്ള കാര്യമല്ല ഇത്. എൻ്റെ ആത്മാവിൻ്റെ പോഷണമാണ്, ആഹാരമാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതനുസരിച്ച് ഞാൻ തീരുമാനമെടുക്കണം. ഇപ്പൊ ദൈവിക വെളിപാടുകൾ ആത്മീകമാണ്. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമുള്ളതാണ്. യോഹന്നാൻ 6. ആത്മാവിനോടാണ് ഇടപെടുന്ന ദൈവം. ശരീരത്തിന് കുളിർമയും കിട്ടില്ല, ശരീരത്തിന് ആനന്ദ അനുഭൂതി കിട്ടില്ല ദൈവനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ. മാനുഷിക ഉറവിടത്തിൽ നിന്നുള്ള ജ്ഞാനത്തിൽ നിന്നും അറിവിൽ നിന്നും വ്യത്യസ്തമാണ് ദൈവജ്ഞാനം. ഇത് ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമാണ്. ദൈവദൃഷ്ടിയിൽ ഈ ലോകത്തിൻ്റെ ജ്ഞാനം, അതായത് തത്വചിന്തകൾ പോഷത്വമാണെന്ന് 1 കൊരിന്ത്യർ 1:20 പൗലോസ് പറഞ്ഞു. ലോകത്തിലെ ചിന്തകൾ, അത് കോളേജിൽ നിന്ന്, സ്കൂളിൽ നിന്ന്, എവിടെ നിന്ന് പഠിച്ചതാണെങ്കിലും ഈ തത്വചിന്തകളും അറിവുകളും വിദ്യാഭ്യാസം കിട്ടുന്നതൊക്കെ പോഷത്വമാണ്. അതൊക്കെ പഠിക്കണം, വേണം, വിദ്യാഭ്യാസം കിട്ടണം, ജോലി കിട്ടണം, ജോലി ചെയ്ത് കുടുംബം പോറ്റാൻ കഴിയണം, അങ്ങനെ വരുമാനം ഉണ്ടാകും, അതൊക്കെ ആവശ്യമാണ്. പക്ഷേ ഏറ്റവും വലുത് ദൈവമാണ്. ലോകത്തിൻ്റെ ജ്ഞാനം ദൈവം പറഞ്ഞു വ്യക്തമായിട്ട്, ഞാനത് പോഷത്വമാക്കി. ദൈവം എന്താ അങ്ങനെ പറഞ്ഞത്?
ലോകത്തിൻ്റെ ജ്ഞാനം ഞാൻ ഭോഷത്വമാക്കിയില്ലയോ? ഫൂളിഷ്നെസ്. കാരണം ദൈവത്തെ തള്ളിക്കളഞ്ഞ് അവൻ പഠിച്ച് ദൈവമില്ല എന്ന് പറയുന്ന അവസ്ഥയെത്തി. ദൈവം, നിന്റെ പഠനം ഭോഷത്വമായിരുന്നു, ഫൂളിഷായിരുന്നു. ലോകം അംഗീകരിച്ച് നൊബേൽ സമ്മാനം കൊടുത്തു. ദൈവം, നീ ഫൂളാണ്. ദൈവമില്ലെന്ന് നീ പറയുകയും ചെയ്യുന്നു, മറ്റുള്ളവരെ അങ്ങനെ വിശ്വസിപ്പിക്കുകയും ചെയ്യുന്നു. എൻ്റെ എല്ലാം കൂടെ ഭവിഷ്യത്ത് അവസാനം നേരിടും, തീപ്പൊയ്കയിൽ ചെന്ന് വീഴുമ്പോൾ. അപ്പോൾ ഭൗതികമായ വിഷയങ്ങളെക്കാളുപരി ഉന്നതമായൊരു ജ്ഞാനം കൊലോസ്യരുള്ളവർക്ക് ഉണ്ടാകണം. ഇതാണ് പൗലോസ് ആഗ്രഹിക്കുന്നത്. ലോകപ്രകാരമുള്ള വിദ്യാഭ്യാസവും അറിവും ബോധവും ഒക്കെ കിട്ടിയാൽ പോരാ, ഉന്നതമായൊരു ജ്ഞാനം നിങ്ങൾക്കുണ്ടാകണം. അതാണ് പൗലോസ് ആഗ്രഹിക്കുന്നത്. അവർക്ക് ആത്മീയ ഉൾക്കാഴ്ച, അന്തർജ്ഞാനം ലഭിക്കണം. ജീവിതത്തെ ശരിക്ക് കാണാൻ സാധിക്കണം. എന്തിനാണ് ജീവിക്കുന്നത്? എന്താ ജീവിതത്തിലെ സമ്പാദ്യം? ജീവിതത്തിൽ എന്ത് നേടി? 60 വർഷം, 75 വർഷം, 80 വർഷം, 30 വർഷം ജീവിച്ചു. 15-ാമത്തെ വയസ്സ്, 20-ാമത്തെ വയസ്സ് ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റു. ഈ 30 വർഷം എന്ത് നേടി? അതും കർത്താവിൻ്റെ സഭയിലേക്ക് കർത്താവ് കൂട്ടിച്ചേർത്തു. എന്ത് നേടി? എന്ത് ആത്മിക വളർച്ച പ്രാപിച്ചു? ഇതാണ് ചോദ്യം. ഇവിടെ പൗലോസ് പറയുന്നത് ഇവരെ കുറിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിൻ്റെ ഇഷ്ടം അവരോട് ചോദിച്ചാൽ അവർക്ക് കർത്താവിൻ്റെ ഇഷ്ടം എന്തെന്നറിയാം, ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്നറിയാം. ദൈവത്തിൻ്റെ ആത്മിക ജ്ഞാനമുണ്ട്, വിവേകമുണ്ട്. വിസ്ഡം ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഈസ് ഡിപ്പെൻഡിങ് ഓൺ നോളേജ്. അതാണ് ഇവിടെ ആവശ്യപ്പെടുന്നത്. ദൈവിക വെളിപാടുകളിലൂടെയാണ് ദൈവികമായ അറിവ് പ്രാപിക്കുന്നത്. ഇപ്പോൾ ആത്മീയ ജ്ഞാനം ഇതിങ്ങനെ കുറേ പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ട് വരും. ആത്മീയ ജ്ഞാനം വികസിക്കുന്നതിന് പ്രാർത്ഥന വേണം. പറയണം, ദൈവമേ എനിക്ക് വളരണം, എനിക്ക് ജ്ഞാനം വേണം. അത് സദൃശവാക്യം 2-ാം അധ്യായത്തിലും യാക്കോബിൻ്റെ 1-ാം ലേഖനത്തിലും കാണും. ഒരുത്തന് ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ, ഒരു പ്രതികൂലം, ഒരു പ്രയാസം, ഒരു ബുദ്ധിമുട്ട്, ഒരു സന്ദർഭം നേരിടുമ്പോൾ അല്പനേരം മാറി എന്ന് പ്രാർത്ഥിച്ചിട്ട് വേണം ആ വിഷയത്തിലേക്ക് എടുത്തിയാളെ. കർത്താവ് ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് മലയിൽ രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചിട്ടാണ് താഴേക്ക് വന്നത്. അത് കർത്താവ് യേശുക്രിസ്തു ദൈവപുത്രൻ പോലും രാത്രി മുഴുവൻ ചെലവിട്ടിട്ടാണ് ആരെയാണ് തൻ്റെ സാക്ഷികളായി തിരഞ്ഞെടുക്കേണ്ടത്. അതിൽ ഒരുത്തൻ കള്ളനാണെന്ന് എനിക്കറിയാം. എന്നിട്ട് അവനൊരു അവസരം കൊടുത്തു. രാത്രി മുഴുവൻ പ്രാർത്ഥനയെ ചെലവിട്ടിട്ടാണ് ഇറങ്ങി വന്ന് 12 പേരെ തിരഞ്ഞെടുത്തത്. തൻ്റെ കൂടെ ഇരിക്കുന്നവൻ തന്നെ ഒറ്റിക്കൊടുക്കുന്നവനാണെന്ന് കർത്താവിന് നന്നായിട്ടറിയാം. അതുകൊണ്ട് കണ്ണം മുക്കി ചാറിൽ മുക്കി അവൻ്റെ വായിൽ വെച്ച് കൊടുത്തു. എന്നാലെങ്കിലും അവന് പരിവർത്തനം ഉണ്ടാകട്ടെ. പക്ഷെ അതിനുള്ളിൽ തന്നെ സാത്താൻ അവൻ്റെ ഹൃദയത്തെ കൈവശമാക്കിയിരുന്നു. അതുകൊണ്ടാണ് അവനെ സഹിക്കാൻ പറ്റാതെ വന്നത്. ജീവിതം അവസാനിപ്പിക്കണം ആഗ്രഹിച്ചത്, നടന്നില്ല. അവൻ്റെ മനസ്സാക്ഷിയുടെ കുത്ത് ജീവിതത്തിൽ ഏറ്റവും വലിയ വേദനയായി മാറി. ആരുടെ കൂടെയാണ് നടന്നത്? ഏത് സഭയിലായിരുന്നു ഞാൻ അംഗമായിരുന്നത്? എന്നിട്ട് ഇപ്പോഴും എനിക്കൊന്നും അറിയാൻ കഴിയുന്നില്ലല്ലോ എന്നൊരവസ്ഥ. വിരൽ നമ്മുടെ ഹൃദയത്തിലേക്കാണ് ചൂണ്ടേണ്ടത്. ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ ദൈവത്തെ തന്നെയാണ് തേടുന്നത്. അതുകൊണ്ടാണ് സങ്കീർത്തനം 19:7 ഇങ്ങനെ പറഞ്ഞത്. ഇപ്പോൾ നാം പറഞ്ഞത് പ്രാർത്ഥന ആത്മീയജ്ഞാനം വികസിക്കുന്നതിന് ആവശ്യമാണ്. ദൈവജന വായന, ദൈവകൽപ്പന അനുസരിക്കുക, ഇതൊക്കെ ആവശ്യമാണ്. ദൈവജനം വായിക്കണം. കൃത്യമായൊരു അച്ചടക്കം വേണം. ആത്മീകമായി പൗലോസ് പ്രാർത്ഥിച്ച പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണമെങ്കിൽ അവൻ്റെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനമുണ്ട്. വർഷം എനിക്ക് നന്നായിട്ട് കൃത്യമായിട്ട് നിങ്ങളോട് പറയാൻ സാധിക്കും, വർഷം 1 പ്രാവശ്യമെങ്കിലും ഞാൻ ബൈബിൾ മുഴുവൻ വായിച്ചിരിക്കും. വർഷങ്ങളായിട്ടുള്ള ശീലമാണ്. ജനുവരി മാസം 1-ാം തീയതി മുതൽ വെളിപാട് പുസ്തകം ഡിസംബർ 31 വരെ. ഇത് അനുഭവത്തിൽ നിന്ന് പറയുന്നത് ആർക്കെങ്കിലും പ്രോത്സാഹനമാകട്ടെ വിചാരിച്ചാണ്. എനിക്ക് ആരുടെയും കയ്യടിയുടെ ആവശ്യമില്ല. എനിക്ക് പ്രശംസ ദൈവത്തിൽ നിന്ന് മാത്രം മതി. പക്ഷെ ഇങ്ങനൊരു ശീലമുണ്ടെന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ്. അത് വായിക്കുക മാത്രമല്ല, അതിൽ നിന്നുള്ള അന്തസ്സത്തെ എന്താണെന്ന് ചുരുക്കം കണ്ടെത്തുകയും ചെയ്യും. എന്നിട്ട് ഒരു രാജ്യത്തെക്കുറിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യും. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ടുള്ള ദിനചര്യയാണത്. അതുകൊണ്ട് ഈ പുസ്തകം എന്താണെന്ന് നന്നായിട്ടറിയാം. ഏറെക്കുറെ ദൈവത്തിന് ഇഷ്ടമെന്തെന്നറിയാം. ദൈവത്തിൽ നിന്റെ സഭ മാത്രമാണ് തൻ്റെ സമ്പാദ്യം, തൻ്റെ സ്വത്തെന്നറിയാം. തൻ്റെ മണവാട്ടി, വേറെ ഒരാളെ കർത്താവ് കൊണ്ടുപോകില്ല. ധൈര്യമായിട്ട് പറയാൻ കഴിയും. രക്ഷിക്കപ്പെട്ട ഒരാളും ഒരിടത്തുമില്ല, കർത്താവിൻ്റെ സഭയിൽ മാത്രം. വേറെ ഒരിടത്തും രക്ഷിക്കപ്പെട്ടവരില്ല, ദൈവാത്മാവ് മുദ്രയിട്ടവരില്ല. ഇതിപ്പോൾ മനസ്സിലാക്കണമെങ്കിൽ വചനത്തോട് അത്രയും അടുത്ത ബന്ധം വേണം. കോംപ്രമൈസിങ് ആറ്റിറ്റ്യൂഡ് വരരുത്. ഇപ്പോൾ ആത്മീയജ്ഞാനം വികസിക്കുന്നതിന് പ്രാർത്ഥന വേണം, വചന വായന വേണം.
ദൈവകൽപ്പനകൾ അനുസരിക്കുക വളരെ ആവശ്യമാണ്. അനുസരണം വളരെ ആവശ്യമാണ്. നമ്മൾ വായിക്കുന്ന വാക്യപ്രകാരം ചിലപ്പോൾ നമ്മുടെ ജീവിതത്തോട് ഇടപെടും. അതനുസരിച്ച് തീരുമാനമെടുക്കണം. പ്രാക്ടിക്കലായി ഇന്ന് എന്താണ് ഞാൻ ചെയ്യേണ്ടത്? രാവിലെ വായിച്ച വാക്യപ്രകാരം എന്നോട് ഇടപെട്ടത് എന്താണ്? ദൈവം എന്നോട് വചനത്തിലൂടെ ഇടപെടും എന്നുള്ളത് ആദ്യം വിശ്വസിക്കണം. ദൈവനെ കേൾക്കും. നിങ്ങൾ എവിടെയെങ്കിലും ആരെങ്കിലുമൊക്കെ ഇന്ന് കേൾക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ധൈര്യമായിട്ട് ഉറപ്പായിട്ട് പറയാം, നിങ്ങളോടല്ല ദൈവം സംസാരിക്കുന്നുണ്ട്. ഞാൻ കേട്ടില്ല, എനിക്കൊന്നും മനസ്സിലായില്ല, കൊച്ചു കരയുകയായിരുന്നു, അത് ദൈവത്തിൻ്റെ പ്രശ്നമല്ല. ദൈവം എന്നോട് സംസാരിക്കുന്നു. ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ, കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കേൾക്കും. എന്താ ദൈവം പറഞ്ഞു? വഴക്ക് പറയുന്നുണ്ടാകും ചിലപ്പോൾ ദൈവം, അല്ലെങ്കിൽ അഭിനന്ദിക്കുന്നുണ്ടാകും, ഗുണദോഷിക്കുന്നുണ്ടാകും, തിരുത്തുന്നുണ്ടാകും, അഭ്യസിപ്പിക്കുന്നുണ്ടാകും, പ്രോത്സാഹിപ്പിക്കുന്നുണ്ടാകും. എല്ലാം വചനത്തിലൂടെയാണ്. യിരെമ്യാവിനോട് പറഞ്ഞു, കെട്ടാനും പൊളിക്കാനും നിർമ്മലമാക്കാനും ഇടിച്ചു കളയാനും എല്ലാം നിന്റെ വായിൽ ഞാൻ വചനം തരികയാണ്. ദൈവനെ നമ്മളെ കെട്ടും. നമ്മൾ ഒരു ദിവസം പഠിച്ച എബ്രായലേഖനം 4:12 ഉൾനടുന്ന വചനം, രക്ഷിക്കുന്ന വചനം, വിവേചിക്കുന്ന വചനം, പരിശോധിക്കുന്ന വചനം. ഇത് കേൾക്കുന്ന ഓരോ വ്യക്തികളുടെ ജീവിതം ഇങ്ങനെ തുറന്ന് സ്കാൻ ചെയ്ത് ഇവൻ കാണിച്ചു തരികയാണ്. ആത്മീയജ്ഞാനം വികസിക്കണം. ഒരു പ്രാർത്ഥന വേണം. അത് സങ്കീർത്തനത്തിൽ 19:7 യഹോവയുടെ ന്യായപ്രമാണം തികവുള്ള. ഭൂമിയിൽ ഇതിന് തുല്യമായ ഒരു ഗ്രന്ഥമില്ല, ഒരു സന്ദേശമില്ല, ഒരു സത്യമില്ല. ഇത് പരിഷ്കരിക്കേണ്ട, മോഡിഫിക്കേഷൻ. അയ്യോ ഇത് പഴഞ്ചൻ ഗ്രന്ഥം, നമുക്കൊന്ന് കൂട്ടിച്ചേർത്താലോ, ഒന്ന് പരിഷ്കരിച്ചാലോ. ഇത് പണ്ടത്തെ കാലത്തുള്ള ഗ്രന്ഥമല്ലേ? ദൈവം പണ്ടത്തെ കാലത്തുള്ള പഴഞ്ചൻ ദൈവമല്ല. ദൈവത്തിന് കാലങ്ങൾക്ക് അതീതമാണ്. 1000 വർഷം ദൈവത്തിന് ഒരു ദിവസം പോലെ. കാലങ്ങൾ കൊണ്ട് ദൈവത്തിൻ്റെ നീളത്തെ അളക്കരുത്, വയസ്സ് അളക്കരുത്. ദൈവത്തിന് വയസ്സില്ല. മനുഷ്യബുദ്ധികൾക്ക് അതീതനായ നിത്യനായവനാണ് ദൈവം. അത് കാളവണ്ടിയുടെ കാലമായാലും, ഇനി റോക്കറ്റാണ്, നമ്മൾ ഇവിടെ നിന്ന് പാലാരോട്ടം വരെ പോകാൻ റോക്കറ്റിലാണ് പോകേണ്ടി വന്ന കാലം വന്നാലും, റോഡുകളില്ലാതെ ഇവിടെ മുഴുവൻ മറ്റെന്തെങ്കിലും പിടിച്ച് റോക്കറ്റിൽ പോകേണ്ട ഒരു യുഗം വന്നാലും, വളരെ എണ്ണാൻ മാത്രം കഴിയും ജനങ്ങളുള്ളൊരു കാലം വന്നാലും, ആഹാരം ആവശ്യമില്ലാത്ത കാലം വന്നാലും, ഗുളികൾ മാത്രം കഴിക്കേണ്ട ഒരു കാലം വന്നാലും, ദൈവത്തിന് അന്ന് അതേ ദൈവം തന്നെയാണ്. ദൈവത്തിന് ഒരു മാറ്റവുമില്ല, മാറില്ല. ഞാൻ മാറാത്തവനാണ്. ആ ദൈവത്തിൻ്റെ വചനത്തിന് മാറ്റമില്ല. അപ്പം യഹോവയുടെ ന്യായപ്രമാണം തികവുള്ള, കംപ്ലീറ്റ് ആണ്, പെർഫെക്റ്റ് ആണ്. അത് പ്രാണനെ തണുപ്പിക്കുന്നു. നമുക്ക് കുളിർമ തരുന്ന വചനമാണ്. മറ്റാരെന്തൊക്കെ പറഞ്ഞ ആശ്വാസ വാക്കുകൾ പറഞ്ഞാലും അവർ പോകുന്നതോടുകൂടി അവർ പറഞ്ഞ വാക്കിൻ്റെ അർത്ഥവും പോകും. അത് പറയാനുള്ള അവകാശ യോഗ്യത ഇല്ലാത്തവരാണ് ഈ പറഞ്ഞിട്ട് പോയത്. പക്ഷെ ദൈവം ഒരു കാര്യം പറയും, അതിൻ്റെ പ്രാണനെ തണുപ്പിക്കുന്നു. എന്നെ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ വചനമാണ്. യഹോവയുടെ സാക്ഷ്യം വിശ്വാസ്യമാകുന്നു, അത് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നു. അല്പബുദ്ധിയായ മനുഷ്യൻ ജ്ഞാനമുള്ളവനായി മാറും. എന്താണ് ജ്ഞാനം? 12 ഡിഗ്രി, 10 ഡോക്ടറേറ്റ്, വിദേശത്തുള്ള 7 യൂണിവേഴ്സിറ്റികളിൽ നിന്നുള്ള 7 പത്രം. ഇതല്ല ജ്ഞാനി. യഹോവ ഭക്തനാണ് ജ്ഞാനി. 119 സങ്കീർത്തനം 98 നിന്റെ കൽപ്പനകൾ എന്നെ എൻ്റെ ശത്രുക്കളെക്കാൾ ബുദ്ധിമാനാക്കുന്നു, അവ എപ്പോഴും എൻ്റെ പക്കലുണ്ട്. ഇത് ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത് ദൈവജനത്തെ മാനിക്കണമെന്നാണ്. ദൈവം നമ്മൾ സംസാരിച്ചതിനെ നിസ്സാരമാക്കരുത്. നമ്മൾ അവസാനിപ്പിക്കട്ടെ. ദൈവമക്കളായവർ ജ്ഞാനവും വിവേകവും ഭാഗികമായിട്ട് മാത്രം നേടി നമുക്ക് സമ്മതിക്കാം. നമ്മുടെ ആയുസ് എത്ര വയസ്സായി, സ്നാനപ്പെട്ടിട്ട് എത്ര വയസ്സായി, എത്ര വർഷം വെറുതെ കളഞ്ഞു, എത്ര ക്ലാസ്സുകൾ വെറുതെ കളഞ്ഞു. ബൈബിൾ ഒരു വർഷം കൊണ്ട് വായിക്കാമായിരുന്നെങ്കിൽ എത്ര തവണ വായിച്ചു കഴിയുമായിരുന്നു. എത്ര വർഷം വെറുതെ പോയി. ആ വർഷം തിരിച്ചു കിട്ടില്ല. പോയ ഓർമ്മകൾ കിട്ടില്ല. നഷ്ടപ്പെട്ട അവസരങ്ങൾ തിരിച്ചു കിട്ടില്ല. ഇനിയെങ്കിലും നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കാൻ പറ്റും, തീരുമാനമെടുക്കാൻ പറ്റും. ഒരു കാര്യം അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ എത്ര വളർന്നാലും തികവിലെത്തില്ല. ഒരു വർഷം നഷ്ടപ്പെടുമ്പോൾ അത്രയും ചാൻസാ പോയത്. കഴിഞ്ഞ 10 വർഷം നഷ്ടപ്പെട്ടെങ്കിൽ 10 വർഷം കൊണ്ട് നേടാവുന്ന ആത്മീയ ജ്ഞാനമാണ് പോയത്. അന്ന് ഇതൊക്കെ നേടാമായിരുന്നു ഇത്ര വർഷം കൊണ്ട്. അന്ന് വചനം പ്രസംഗിക്കുന്നവരെ തകർക്കാൻ, അവരെ ഉപദ്രവിക്കാൻ, അവർക്കെതിരെ ശത്രുക്കളാകാൻ സമയം വെറുതെ കളഞ്ഞില്ലേ? അതുകൊണ്ട് എന്താ നഷ്ടപ്പെട്ടത്? ആത്മീക പരിജ്ഞാനം, കർത്താവിനോടൊപ്പം വളരാനുള്ള അവസരം. ഇപ്പം ദൈവമക്കളായവർ, അതും കൂട്ടത്തിൽ പറയാതിരിക്കാൻ പറ്റില്ല,
കാരണം അസുഖം മാറണമെങ്കിൽ രോഗം കാണണ്ടേ. ദൈവമക്കളായവർ ജ്ഞാനവും വിവേകവും ഭാഗികമായിട്ട് മാത്രമാണ്. തികവിലെത്താൻ നമുക്ക് പറ്റിയെന്ന് വരില്ല. കാരണം 10 വർഷം കഴിയുമ്പോഴേക്കും നമ്മുടെ കാഴ്ച പോകും, കേൾവി പോകും, ഒന്നും ഓർമ്മ പോലും കാണില്ല. ഒരു ദിവസം ഞാൻ 10-12 മണിക്കൂർ, കുറഞ്ഞ 7-8 മണിക്കൂറെങ്കിലും വനത്തിനുമ്പോൾ ഇരിക്കുന്നാലും ഒന്നും എത്തുന്നില്ല. എന്തുമാത്രം കാര്യങ്ങളാണ് മനസ്സിലാക്കാനുള്ളത്. ഒന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ തീർന്നു വിചാരിക്കുമ്പോൾ അടുത്ത് വരും. അതെല്ലാം ഇങ്ങനെ വായിക്കുകയും നോട്ട് എഴുതുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു ആത്മീയ സന്തോഷത്തിന് വേണ്ടിയാണ്. ഒന്നും ചെയ്യാതിരിക്കുമ്പോഴാണ് സാത്താൻ അകത്ത് കയറുന്നത്. അലസമായ മനസ്സാണ് സാത്താൻ്റെ കളിപ്പുര, പഠിപ്പുര എന്ന് പറയും. ലേസി മൈൻഡ് ഈസ് ദ വർക്ക്ഷോപ്പ് ഓഫ് സൈറ്റൻ. നിങ്ങളൊരു കാര്യത്തിൽ വ്യാപൃതമായിരിക്കും. പലരും അയ്യോ വളരെ അങ്ങനെ ഒന്നുമില്ല, എനിക്കൊരു കുഴപ്പമൊന്നുമില്ല, ഞാൻ ഐ ആം എൻഗേജ്ഡ്, വളരെ ബിസിയാണ് ഞാൻ, അതുകൊണ്ട് എനിക്ക് ഒന്നിനെക്കുറിച്ച് ഭാരമില്ല, പ്രയാസവുമില്ല. ഒന്നും ചെയ്യാതിരിക്കുമ്പോഴാണ് ആവശ്യമില്ലാത്ത ചിന്തകൾ വരുന്നത്. ഇപ്പൊ ദൈവമക്കളെ സംബന്ധിച്ച് നിർത്താം. കിട്ടിയ വർഷം, ലഭിച്ച അവസരം, യൗവനക്കാരാ ദൈവത്തെ അറിയും. കാരണം നിനക്കുള്ള ഇങ്ങോട്ടുള്ള നാളുകൾ, നിനക്കൊരു ഇത്ര വർഷമുണ്ട്, നിനക്ക് ഇത്ര വർഷം കൊണ്ട് ദൈവത്തിൻ്റെ തലയോളം വളരാൻ പറ്റില്ലേ? അതെല്ലാം സഭയിൽ മാത്രമേ അത് നടക്കുകയുള്ളൂ. അത് മനസ്സിലാക്കുക. നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിന് അനുരൂപമായ ഗുണങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കണം. ഒരുപക്ഷെ പൂർണ്ണമായി കൈവരിക്കാൻ കഴിഞ്ഞില്ല എങ്കിലും വർദ്ധിച്ച് അതുകൊണ്ട് ബൈബിൾ ആവർത്തിച്ച് പറയും, അത് വർദ്ധിച്ചു വരണം, ഇനിയും വർദ്ധിച്ചു വരണം, നിങ്ങൾ ഇതിലും പെരുകി വരണം. ആത്മീകമായ സകല വിവേകത്തിലും ജ്ഞാനത്തിലും അവൻ്റെ ഇഷ്ടത്തിൻ്റെ പരിചാരം കൊണ്ട് നിറഞ്ഞു വരണം. അത് മനുഷ്യൻ്റെ അധ്വാനത്തിൻ്റെ ഫലമല്ല, ദൈവം തരുന്ന കൃപയാണ്. ഇതിനറിയാം ആർക്ക് കൊടുക്കണം. ഉള്ളവന് കൊടുക്കും. ആ വാഗ്ദാനത്തിൽ കയറി മുറുകെ പിടിക്കും. ദൈവം എനിക്ക് എല്ലാം റെഡി, പാത്രം റെഡി, ഞാൻ റെഡി. ഇന്നലത്തെ ക്ലാസ്സിൽ കണ്ടു, പകർത്തി എഴുതുന്ന മാനുസ്ക്രിപ്റ്റ്, കയ്യെഴുത്ത് പ്രതികൾ പകർത്തി എഴുതുന്ന യഹൂദന്മാരെ സംബന്ധിച്ച് 17 നിയമങ്ങളുണ്ട്. എബ്രായ പഴയ നിയമ തിരുവെഴുത്തുകൾ അവർ പകർത്തി എഴുതുമ്പോൾ ഈ 17 നിയമങ്ങൾ, യഹൂദരായിരിക്കണം, യഹൂദ വേഷം ധരിച്ചിരിക്കണം, ദേഹം മുഴുവൻ കഴുകിയിരിക്കണം, അവൻ ദൈവം എന്ന പേരെഴുതുമ്പോൾ ഇടയ്ക്ക് രാജാവെന്ന് വിളിച്ചാൽ എഴുന്നേക്കാൻ പാടില്ല, മൂലഗ്രന്ഥത്തിൽ നോക്കി തന്നെ എഴുതണം. ഇങ്ങനെ 17 നിയമങ്ങൾ പാലിക്കണം. പക്ഷെ ദൈവമാണ് ഇസ്രായേൽ എന്ന ശാസ്ത്രിയെ പോലെ. ദൈവം നമുക്ക് നൽകിത്തരും. ദൈവം നമുക്ക് വെളിച്ചം തരും, അറിവ് തരും, ജ്ഞാനം തരും, വിവേകം തരും. കാരണം ജ്ഞാനം ദൈവമല്ലോ യഹോവയല്ലോ നൽകുന്ന സദൃശവാക്യം 2-ാം അധ്യായം. പക്ഷെ ഞാനത് അന്വേഷിക്കണം. വെള്ളിയെപ്പോലെ നിക്ഷേപങ്ങളെപ്പോലെ തിരിയുന്നുവെങ്കിൽ യഹോവയല്ലോ ജ്ഞാനം തരുന്നത്. സേഫാനസിന് ഞാൻ എവിടെ നിന്ന് കിട്ടി? ദൈവം കൊടുത്തതാണ്. ഈ മുക്കുവന്മാർക്ക് എവിടെ നിന്ന് ജ്ഞാനം കിട്ടി? കർത്താവ് കൊടുത്തതാണ്. പിന്നെ കർത്താവിൻ്റെ കൂടെ ജീവിക്കണം. ജ്ഞാനമുള്ള മനുഷ്യനാണ്. ജ്ഞാനമെന്ന് പറയുന്നത് നമ്മൾ നേരിടുന്ന സന്ദർഭങ്ങൾ, പലതരത്തിലുള്ള സന്ദർഭങ്ങൾ നമ്മൾ ഫേസ് ചെയ്യുന്നു. ആ സന്ദർഭങ്ങളിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന അറിവുകൾ എങ്ങനെയാണ് ആ സന്ദർഭത്തെ നേരിടാൻ ഉപയോഗിക്കേണ്ടത് എന്നുള്ളതാണ് ജ്ഞാനം. ജീവിതത്തിൽ പലതരത്തിലുള്ള സന്ദർഭങ്ങൾ ദിവസവും വരും. അത് കള്ളം പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കും, പക്ഷെ ആ സന്ദർഭത്തിൽ കള്ളം പറയാതെ ആ സന്ദർഭത്തെ നേരിടാൻ കഴിയും. ചിലത് ബുദ്ധിമുട്ടായിരിക്കും പറയാൻ, പക്ഷെ പറയുന്ന മുഖമല്ല നോക്കും, ദൈവത്തിൻ്റെ മുഖം നോക്കും. നമ്മൾ പറയാനുള്ളത് പറയും. നിങ്ങളെ സഹായിക്കട്ടെ. തുടരാം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. 3-ാമത്തെ പ്രാർത്ഥനാ വിഷയം, കർത്താവിന് യോഗ്യമാവണ്ണം നടക്കുക. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. ആദ്യം സേത്ത്, പിന്നെ മൈക്കിളും പ്രാർത്ഥിക്കാം.